നമ്മൾ പഠിക്കാൻ പോകുന്നത് മൊഡ്യൂൾ 4 ആണ്. മൊഡ്യൂൾ 4-നകത്തുള്ള ടോപ്പിക്സുകൾ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ടൈലർ സീരീസ് പഠിക്കാനുണ്ട്, മക്ലോറിൻ സീരീസ് പഠിക്കാനുണ്ട്. ഈ ടൈലർ സീരീസ്, മക്ലോറിൻ സീരീസ് എന്നൊക്കെ പറയുന്നത് പാർട്ട് എയിൽ 3 മാർക്കിന് ചോദിക്കുന്നതാണ്. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ് ടൈലർ സീരീസ്, മക്ലോറിൻ സീരീസ്. ഇനി ഇതിനകത്ത് പാർട്ട് ബിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മൊഡ്യൂളിനകത്ത് 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനും കാണും, 4 മാർക്കിന് മറ്റൊരു ക്വസ്റ്റ്യനും കാണും. ഇതിൽ ഫൊറിയർ സീരീസിൽ നമുക്ക് 0,2π ഇൻ്റർവെല്ലുള്ള ക്വസ്റ്റ്യൻസ് വരാം, അല്ലെങ്കിൽ 0, അതായത് ജനറലി നമ്മൾ പറയുകയാണെങ്കിൽ C,C+2L ഫോമിലുള്ള ക്വസ്റ്റ്യൻസ് വരാം. C,C+2L ഇൻ്റർവെല്ലുള്ള ക്വസ്റ്റ്യൻസ് വരാം. അതല്ലാന്നുണ്ടെങ്കിൽ -L2L പീരീഡ് ഇൻ്റർവെല്ലുള്ള ക്വസ്റ്റ്യൻസ് വരാം. ഓഡ് ഓർ ഈവൻ ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഈ -L,L എന്ന് പറയുന്ന ഫോമിൽ, അതായത് നമ്മുടെ ഇൻ്റർവെല്ല് -1,1 അല്ലെങ്കിൽ -π,π ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഫൊറിയർ സീരീസിൻ്റെ അകത്ത് ഓഡ് ഓർ ഈവൻ ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടീസ് വെച്ചിട്ടുള്ള ഫൊറിയർ സീരീസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതിനുശേഷം അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് ഹാഫ് റേഞ്ച് ഫൊറിയർ സൈൻ ആൻഡ് കൊസൈൻ സീരീസ് ആണ്. ഈ ഹാഫ് റേഞ്ച് ഫൊറിയർ സൈൻ ആൻഡ് കൊസൈൻ സീരീസ് ഒക്കെ നമുക്ക് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടേ വരത്തുള്ളൂ. ഇനി ഈ ഓഡ് ഓർ ഈവൻ്റെ പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്യുന്നത് 4 മാർക്കിന് ചോദിക്കാം, 5 മാർക്കിന് ചോദിക്കാം. ഇനി ഫൊറിയർ കൺവെർജൻസ് തിയറം പറയുന്നത് ഫൊറിയർ കൺവെർജൻസ് തിയറം മിക്സ് ആയിട്ട് വരാം. അതായത് ഇപ്പോൾ ഒരു ഫംഗ്ഷൻ f(x) = x² തന്നിട്ട് അതിനകത്തുനിന്ന് ഒരു സീരീസ് ഫോം ചെയ്യുന്നത് ടൈപ്പ് ക്വസ്റ്റ്യൻ വരാം. അതൊരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് പാർട്ട് ബിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഫൊറിയർ കൺവെർജൻസ് തിയറം ഉപയോഗിച്ചിട്ടാണ് സീരീസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് എക്സാമിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസിന്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ പാർട്ട് ബിയിൽ നിങ്ങൾക്ക് ഒരു പാർട്ടായിട്ട് നിങ്ങൾക്കൊരു ഫൊറിയർ നോർമലായിട്ടുള്ളൊരു ഫൊറിയർ സീരീസിന്റെ ക്വസ്റ്റ്യൻ്റെ കൂടെ അതിൻ്റെ സബ് പാർട്ടായിട്ട് ചോദിക്കാവുന്നത് ഒരു ഹാഫ് റേഞ്ച് കൊസൈൻ സീരീസ് അല്ലെങ്കിൽ സൈൻ സീരീസിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നോർമലായിട്ടുള്ളൊരു ഫൊറിയർ സീരീസിന്റെ കൂടെ അവർക്ക് ഒരു ഫൊറിയർ കൺവെർജൻസ് തിയറം ഉപയോഗിച്ചിട്ട് സീരീസും കൂടെ ഫോം ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇനി ഇതിനകത്ത് നമ്മൾ ആദ്യം പഠിക്കുന്ന, ഇതിനകത്ത് തുടക്കത്തിൽ നമ്മൾ പഠിക്കുന്ന ടൈലർ സീരീസും മക്ലോറിൻ സീരീസും ആണ്. നമ്മളൊരു റിവിഷൻ ക്ലാസ് ആയതുകൊണ്ട് തന്നെ ടൈലർ സീരീസും മക്ലോറിൻ സീരീസും നമ്മൾ അവസാനമാണ് എടുക്കുന്നത്. സിമ്പിൾ ആണ്, 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഫൊറിയർ സീരീസ് ആണ് പാർട്ട് ബിയിൽ എപ്പോഴും ചോദിക്കാറുള്ളത്, ഇനി ചോദിക്കുന്നത്. ഓക്കെ, ടൈലർ സീരീസിന്റെ ക്വസ്റ്റ്യൻ പാർട്ട് ബിയിൽ വേണേ ചോദിക്കാം, 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം കേട്ടോ. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ഇച്ചിരി ലെങ്തി പ്രോബ്ലംസ് ഉണ്ട് ടൈലറിനകത്തുള്ള, അത് ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അത് ലാസ്റ്റേ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇനി ഫൊറിയർ സീരീസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ടൈലർ സീരീസും മക്ലോറിൻ സീരീസും എന്നൊക്കെ പറയാം, അതിന് ജനറൽ ആയിട്ടുള്ളൊരു ഫോം ഉണ്ട്. ജസ്റ്റ് ഞാൻ ആ ടൈലർ സീരീസും മക്ലോറിൻ സീരീസിന്റെ ജസ്റ്റ് ആ ഇക്വേഷൻസ് ഞാനൊന്ന് എഴുതി വെക്കാം. അതിനുശേഷം നമുക്ക് ഫൊറിയർ സീരീസിലേക്ക് പോകാം. പ്രോബ്ലംസ് നമ്മൾ ടൈലറിന്റെയും മക്ലോറിന്റെയും ഒക്കെ പ്രോബ്ലം ചെയ്യുന്നത് നമ്മൾ ലാസ്റ്റ് ആയിരിക്കും ചെയ്യുന്നത്. ഫൊറിയർ സീരീസ് പഠിച്ചതിന് ശേഷമാണ് ടൈലറിന്റെയും മക്ലോറിന്റെയും പ്രോബ്ലത്തിലേക്ക് പോകുന്നത്. ഓക്കെ, ജസ്റ്റ് ആ ഇക്വേഷൻസ് ഒന്ന് എഴുതിക്കോ. ടൈലർ സീരീസ്, മക്ലോറിൻ സീരീസ്, ഹെഡിങ് എഴുതിക്കോ, ടൈലർ ആൻഡ് മക്ലോറിൻ സീരീസ്. Taylor and Maclaurin series. A function f of x can be expanded as a series at the point x is equal to x0 by f of x is equal to f of, ഒരു സെക്കൻഡ് കളർ ഒന്ന് മാറ്റിക്കോട്ടെ, by f of x is equal to f of x naught plus f dash of x naught divided by 1 factorial into x minus x naught plus f double dash of x naught divided by 2 factorial into x minus x naught the whole square plus f triple dash of x naught divided by 3 factorial into x minus x naught the whole cube plus etc. ഇങ്ങനെയൊക്കെ പോവാണ്. അപ്പോൾ ഒരു 3 മാർക്ക് ക്വസ്റ്റിനകത്ത് നിങ്ങൾ ടൈലർ സീരീസിന്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ 3rd ഡിഗ്രി ടേം വരെ നിങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ, 3 തവണ ഡെറിവേറ്റീവ് എടുത്തിട്ടുള്ള ഈ ഒരു ഭാഗം വരെ കണ്ടു. 4 മാർക്കും ചോദിക്കുകയാണെങ്കിൽ 4th പവർ വരെ കാണണം. ഓക്കെ, ഇതാണ് ഇക്വേഷൻ. അതായത് ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ നമുക്ക് ഒരു ടൈലർ സീരീസിന്റെ ക്വസ്റ്റ്യൻ ഇപ്പോൾ f of x is equal to 1/x about x is equal to 1 എന്നാണ് ക്വസ്റ്റ്യൻ തരുന്നത്. എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ തരുന്നത്? ഫൈൻഡ് ദ ടൈലർ സീരീസ് ഫോർ f of x is equal to 1/x about x is equal to 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഈ എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്സ് നോട്ടിന്റെ വാല്യൂ ആണ് 1. ഓക്കെ, മാറിപ്പോകല്ലേ, എക്സിന്റെ അവിടെ കൊണ്ടുപോയി 1 കൊടുക്കുകയല്ല, എക്സ് നോട്ടിന്റെ അവിടെയാണ് 1 കൊടുക്കേണ്ടത്. ക്ലിയർ? അതായത് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് നോട്ട് എന്നാണ് നമ്മൾ ജനറലി പറയുന്നത്. അപ്പൊ എക്സ് നോട്ടിന്റെ സ്ഥാനത്ത് എന്താണ്? 1 ആണ് കിടക്കുന്നത്. എന്നിട്ട് ഈ ഇക്വേഷൻ നോക്കുക. ഈ ഇക്വേഷൻ എന്താണ്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1/x ആണ്. അപ്പൊ എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എഫ് ഓഫ് 1. എക്സ് നോട്ടിന്റെ വാല്യൂ 1 അല്ലേ, അപ്പൊ എഫ് ഓഫ് 1 കാണുന്നു, അപ്പൊ 1 കിട്ടുന്നു. ഇനി അടുത്ത എഫ് ഡാഷ് ഓഫ് എക്സ് കാണുന്നു. എഫ് ഡാഷ് ഓഫ് എക്സ് എന്താണ്? 1/xന്റെ ഡെറിവേറ്റീവ് എന്താണ്? -1/x² ആണ്. അപ്പൊ ഇനി നമ്മൾ അതിനകത്ത് എഫ് ഡാഷ് ഓഫ് 1 കൊടുക്കുക, അതായത് എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നു? -1 ഡിവൈഡഡ് ബൈ 1ന്റെ സ്ക്വയർ. അപ്പൊ എന്ത് കിട്ടുന്നു? -1 കിട്ടുന്നു. ഇങ്ങനെ നിങ്ങൾ ഓരോ ടേമുകൾ എഫ് ഡാഷ് കാണുന്നു, എഫ് ഡബിൾ ഡാഷ് കാണണം, എഫ് ട്രിപ്പിൾ ഡാഷ് കാണണം, അങ്ങനെ കണ്ടുപിടിച്ചിട്ട് ഈ ഇക്വേഷനകത്ത് കൊടുത്താൽ മതി. ഇവിടെ കണ്ട എക്സ് നോട്ട് ഉള്ളതെല്ലാം 1 കൊടുക്കണേ. അങ്ങനെയാണ് നമ്മൾ ടൈലർ സീരീസ് കാണുന്നത്. പ്രോബ്ലം പിന്നെ ചെയ്യുന്നതായിരിക്കും. കുറേ അധികം പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രോബ്ലം അല്ല, ജസ്റ്റ് ഇപ്പൊ ഞാനൊരു ഇൻട്രൊഡക്ഷൻ തന്നേ ഉള്ളൂ. ഇനി ഇപ്പൊ നമ്മൾ എഴുതിയിട്ടുള്ള ഈ ഒരു ഫോർമുല ടൈലർ സീരീസിനകത്ത് ഈ എക്സ് നോട്ടിന്റെ അവിടെ എല്ലാം 0 കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മക്ലോറിൻ സീരീസ് ആയി. ഇഫ് എക്സ് നോട്ട് ഈസ് ഈക്വൽ ടു 0, ദ എബോവ് സീരീസ് ഈസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് 0 പ്ലസ് എഫ് ഡാഷ് ഓഫ് 0 ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് പ്ലസ് എഫ് ഡബിൾ ഡാഷ് ഓഫ് 0 ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് 0 ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് ക്യൂബ് പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞു പോകും. ഇതാണ് നമ്മുടെ മക്ലോറിൻ സീരീസ് എന്ന് പറയുന്നത്. ഇതാണ് മക്ലോറിൻ സീരീസ്. മക്ലോറിൻ സീരീസിന്റെ പ്രോബ്ലം നമ്മൾ ചെയ്യുന്നുണ്ട്, ലാസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ക്വസ്റ്റൻ എഴുതി വെക്കും. നമ്മൾ മെയിൻ ആയിട്ടുള്ള ഈ ഒരു മൊഡ്യൂളിനകത്തുള്ള ടോപ്പിക്കാണ് ഫൊറിയർ സീരീസ് എന്ന് പറയുന്നത്. നമ്മൾ ജനറൽ ആയിട്ട് ഞാൻ ഫൊറിയർ സീരീസ് ഓഫ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇൻ C,C+12 എന്ന് പറയുന്ന ഇന്റർവെല്ലുള്ള ഫൊറിയർ സീരീസിന്റെ എക്സ്പാൻഷൻ ആണ് ഞാൻ നിങ്ങൾക്ക് എഴുതി തരുന്നത്. ആ ഒരു എക്സ്പാൻഷൻ വെച്ചിട്ടാണ് നമ്മൾ അതിന്റെ ഇക്വേഷൻസ് എഴുതുന്നതും അതേപോലെ തന്നെ പ്രോബ്ലംസ് എല്ലാം ചെയ്തു പോകുന്നത്. ഇന്റർവെൽ മാറുന്നതനുസരിച്ച് നമ്മൾ പീരീഡുകൾ ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. അതെല്ലാം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഫൊറിയർ സീരീസ് ഓഫ് എ ഫംഗ്ഷൻ ഹെഡിങ് എഴുതിക്കോ, അടുത്ത സബ് ഹെഡിങ് എഴുതിക്കോ, ഫൊറിയർ series of a function f of x in C,C+12 ഈ ഒരു ഇന്റർവെല്ലാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ ഫംഗ്ഷനെ നമുക്ക് ഫൊറിയർ സീരീസിൽ എഴുതാൻ പറ്റത്തില്ല. ഈ ടൈലർ സീരീസ് മക്ലോറിൻ സീരീസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫൊറിയർ സീരീസ് പഠിക്കുന്നത്. ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ എന്തായിരിക്കണം? പീരിയോഡിക് ആയിരിക്കണം. അതായത് പീരിയോഡിക് ഫംഗ്ഷനെ മാത്രമേ നമുക്ക് ഫൊറിയർ സീരീസ് എക്സ്പാൻഷനിൽ എഴുതാൻ പറ്റുകയുള്ളൂ. ഒന്ന് വെയിറ്റ് ചെയ്യണേ. പീരിയോഡിക് ഫംഗ്ഷനെ മാത്രമേ നമുക്ക് ഫൊറിയർ സീരീസിൽ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പീരിയോഡിക് ഫംഗ്ഷനകത്ത് എന്തുകൊണ്ട്? ഒരു പീരീഡ് കാണും. പീരിയോഡിക് ഫംഗ്ഷൻ എന്താണ്? അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് പീരിയോഡിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് എക്സ് പ്ലസ് ടി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫോമിൽ എഴുതാൻ പറ്റുന്ന ഫംഗ്ഷനെയാണ് പീരിയോഡിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ നേരത്തെ പണ്ട് സ്കൂളിൽ പഠിക്കുന്നതാണ്. അതായത് എന്താണ് ട്രിഗ്നോമെട്രിക്കകത്ത് പഠിക്കുന്നത് സൈൻ എക്സും കോസ് എക്സും ഒക്കെ പീരിയോഡിക് ഫംഗ്ഷനാണ് വിത്ത് പീരീഡ് 2π. അതെങ്ങനെയാണ് വരുന്നത്? സൈൻ ഓഫ് എക്സ് പ്ലസ് 2π എന്ന് പറയുന്നത് എന്താണ്? സൈൻ എക്സ് ആണ്. കോസ് ഓഫ് എക്സ് പ്ലസ് 2π എന്ന് പറയുന്നത് എന്താണ്? കോസ് എക്സ് ആണ്. അതായത് പീരിയോഡിക് ഫംഗ്ഷന്റെ അതായത് ഇത്രയേ ഉള്ളൂ. എഫ് ഓഫ് എക്സ് പ്ലസ് ടി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആയിരിക്കും. എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് കോൾഡ് പീരിയോഡിക് ഇഫ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ഫോർ ഓൾ റിയൽ എക്സ് there is a positive number t such that f of x plus t is equal to f of x ആയിരിക്കും. ഇവിടുത്തെ ടീനെ പറയുന്ന പേരാണ്, ടി എന്ന് പറയുന്നതാണ് പീരീഡ് എന്ന് പറയുന്നത്. ടി ഈസ് കോൾഡ് ദ പീരീഡ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്. ദ സ്മോളസ്റ്റ് നമ്പർ ടി ഈസ് കോൾഡ് ഫണ്ടമെന്റൽ പീരീഡ് എന്നും പറയും. അതായത് നമ്മൾ നേരത്തെ നമ്മൾ പ്രോപ്പർട്ടീസ് ഒക്കെ ട്രിഗ്നോമെട്രിക് പ്രോപ്പർട്ടീസ് ഒക്കെ പഠിക്കുമ്പോൾ പറയുന്ന സൈൻ ഓഫ് എക്സ് പ്ലസ് 2π എന്താകുന്നു? സൈൻ എക്സ് ആകുന്നു. കോസ് ഓഫ് എക്സ് പ്ലസ് 2π എന്താകുന്നു? കോസ് എക്സ് ആകുന്നു. ഇതൊക്കെ നമ്മൾ പണ്ട് പഠിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്കിവിടെ ജസ്റ്റ് ഇക്വേഷൻസ് മാത്രം ഓർത്തിരുന്നാൽ മതി. പഴയ കാര്യങ്ങളിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. പഴയ കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടത് സൈൻ എക്സ് എന്താണ്, ഇന്റഗ്രൽ സൈൻ എക്സ് എന്താണെന്ന് അറിയണം, ഇന്റഗ്രൽ കോസ് എൻ എക്സ് എന്താണെന്ന് അറിയണം, പിന്നെ കുറച്ച് ഇ റൈസ് ടു എക്സ്, അതെല്ലാം ഞാൻ ഇക്വേഷൻ എല്ലാം എഴുതുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഫൊറിയർ സീരീസ് എക്സ്പാൻഷനിൽ എക്സ്പാൻഡ് ചെയ്യുന്നത് പീരിയോഡിക് ആയിട്ടുള്ളൊരു ഫംഗ്ഷനെയാണ്. അപ്പോൾ നമുക്ക് എന്താണ്? അവിടെ ഒരു പീരീഡ് വേണം. പീരീഡ് എന്താണ്? പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർവെല്ലിന്റെ ലെങ്തിനെയാണ് പീരീഡ് എന്ന് പറയുന്നത്. ഇന്റർവെല്ലിന്റെ ലെങ്ത്. ഇപ്പൊ ഞാനിപ്പോൾ ഒരു എ കോമ ബി എന്ന് പറഞ്ഞൊരു ഇന്റർവെൽ എഴുതി കഴിഞ്ഞാൽ ഈ ഒരു ഇന്റർവെല്ലിന്റെ ലെങ്ത് എങ്ങനെയാണ് വരുന്നത്? ബി മൈനസ് എ ആണ് ഈ ഇന്റർവെല്ലിന്റെ ലെങ്ത്. ക്ലിയർ? അപ്പോൾ നമ്മുടെ ഫൊറിയർ സീരീസിനകത്തുള്ള ഇന്റർവെൽ ഞാനിപ്പോൾ എഴുതി വെച്ചേക്കുന്നത് എന്താണ്?
സി കോമ സി പ്ലസ് ടു അല്ലേ? അപ്പോൾ ഇവിടുത്തെ പീരീഡ് എന്താ വരുന്നത്? പീരീഡ് ഈസ് ഈക്വൽ ടു, കമ്പയർ ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞു ഇവിടെ എ ബി ആയപ്പോൾ ബി മൈനസ് എ ആണ്. അപ്പോൾ ഇവിടെ എന്താ സി കോമ സി പ്ലസ് ടു അല്ലേ? അപ്പോൾ എന്ത് വരുന്നു? സി പ്ലസ് ടു എൽ മൈനസ് സി എ വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടുന്നു? 2L എന്ന് കിട്ടുന്നു. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചത് എന്താണ്? ഫൊറിയർ സീരീസിനകത്തുള്ള പീരീഡ് എന്താണ്? 2L ആണ്. ക്ലിയർ? ഫസ്റ്റ് നമ്മൾ പഠിച്ചതാണ്. ഓക്കെ അല്ലേ? ഇനി ഫൊറിയർ സീരീസിന്റെ 2L പീരീഡിലുള്ള എന്താണ്? ഫൊറിയർ സീരീസിന്റെ പീരീഡ് 2L എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് അതിന്റെ ലെങ്ത് നമുക്ക് എന്താണ്? 2L എന്ന് കിട്ടിയത്. ഇനി ഫൊറിയർ സീരീസിന്റെ ഫോർമുലയാണ് ഞാൻ എഴുതാൻ പോകുന്നത്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ നോട്ട് ബൈ 2A പ്ലസ് സമ്മേഷൻ n ഈസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എ എൻ കോസ് എൻ പൈ എക്സ് പൈ എൽ പ്ലസ് സമ്മേഷൻ n ഈസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി ബി എൻ സൈൻ എൻ പൈ എക്സ് പൈ എൽ. ഇതാണ് നമ്മുടെ ഫൊറിയർ സീരീസിന്റെ ജനറൽ ആയിട്ടുള്ള ഫോർമുല എന്ന് പറയുന്നത്. സമ്മേഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോമൺ ആയിട്ട് എടുത്ത് വിളിയിടാം. അതായത് സെക്കൻഡ് ടൈമിലും തേർഡ് ടൈമിലും സമ്മേഷൻ ഉണ്ടല്ലോ. അപ്പോൾ സമ്മേഷൻ n ഈസ് ഈക്വൽ 1 ടു ഇൻഫിനിറ്റി ഇട്ടിട്ട് ബ്രാക്കറ്റിനകത്ത് എ എൻ കോസ് എൻ പൈ എക്സ് പൈ എൽ പ്ലസ് ബി എൻ സൈൻ എൻ പൈ എക്സ് പൈ എൽ എന്നൊക്കെ എഴുതാം. ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നത് ഞാൻ ഈ സീരീസ് ഒക്കെ ഫോം ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു പോകത്തേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് സമ്മേഷൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ ഞാൻ ഈ എഴുതുന്ന രീതിയിൽ തന്നെ നിങ്ങൾ പഠിച്ചു പോവുക. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് എ നോട്ട് ഉണ്ട്, എ എൻ ഉണ്ട്, ബി എൻ ഉണ്ട്. ഓരോന്നിനും നമുക്ക് ഓരോരോ പേരുകളുണ്ട്. ഇവിടെ എ നോട്ടിനെ പറയുന്ന പേരാണ് ഫൊറിയർ കോൺസ്റ്റന്റ്. ഫൊറിയർ കോൺസ്റ്റന്റ് എ നോട്ട് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/L ഇന്റഗ്രൽ സി ടു സി പ്ലസ് 2L എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. ഓക്കെ, ഇനി എ എൻ കാണാനുള്ള ഫോർമുല എന്താണ്? എ എൻ കാണാനുള്ള 1/L ഇന്റഗ്രൽ സി ടു സി പ്ലസ് 2L എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് എൻ പൈ എക്സ് പൈ എൽ ഡി എക്സ് ആണ്. ബി എന്നിന്റെ ഫോർമുല എന്ത് വരുന്നു? ബി എൻ 1/L ഇന്റഗ്രൽ സി ടു സി പ്ലസ് 2L. ഈ സി ടു സി പ്ലസ് 2L എന്താ? നമ്മുടെ ഇന്റർവെൽ ആണ്. എഫ് ഓഫ് എക്സ് നമ്മൾ ആ ഒരു ഇന്റർവെല്ലുള്ളതാണ് ഫൊറിയർ സീരീസ് എഴുതുന്നത്. ഓക്കെ, എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ എൻ പൈ എക്സ് പൈ എൽ ഡി എക്സ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതിൽ ഈ എ നോട്ടിനെ പറയുന്ന പേരാണ് ഫൊറിയർ കോൺസ്റ്റന്റ്. ഈ എ എന്നിനെയും ബി എന്നിനെയും പറയുന്ന പേരാണ് ഫൊറിയർ കോഎഫിഷ്യന്റ്. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചോദിക്കും? എ പാർട്ടി 3 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക, ഫൈൻഡ് ദ ഫൊറിയർ കോഎഫിഷ്യന്റ് ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഇന്റർവെൽ 0,2π എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ കണ്ടുപിടിക്കണ്ടേ? നിങ്ങൾ എ എന്നും ബി എന്നും ആണ് കണ്ടുപിടിക്കണ്ടേ. അതേപോലെ നിങ്ങൾക്ക് ഒരു ഫൊറിയർ കോൺസ്റ്റന്റ് കാണാൻ പറയുവാണ്. അപ്പോൾ നിങ്ങൾ എ നോട്ട് മാത്രം കണ്ടുപിടിച്ചാൽ മതി. അല്ലാതെ എ എന്നും ബി എന്നും ഫുള്ള് കാണേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, എ പാർട്ടിൽ 3 മാർക്കിന് ഈ ഫൊറിയർ കോൺസ്റ്റന്റ് കാണാനും ഫൊറിയർ കോഎഫിഷ്യന്റ് കാണാനും ഒക്കെ പ്രോബ്ലം ചോദിക്കേ. ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ ഫൊറിയർ കോഎഫിഷ്യന്റ് നമ്മൾ ഫൊറിയർ കോൺസ്റ്റന്റ് ഫൊറിയർ കോഎഫിഷ്യന്റ് ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ഇക്വേഷൻ എല്ലാം എഴുതി കഴിഞ്ഞോ? പ്രോബ്ലത്തിലേക്ക് പോകുന്നു. ഇക്വേഷൻ എഴുതി കഴിഞ്ഞോ? ഇക്വേഷൻസ് എഴുതി കഴിഞ്ഞിട്ടുണ്ടോ? പ്രോബ്ലത്തിലേക്ക് പോകുന്നു. ക്ലിയർ? ഓക്കെ അല്ലേ? ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 1. ഇനി ഞാൻ ക്വസ്റ്റ്യൻ നേരെ ചെയ്തു പോകത്തേ ഉള്ളേ. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ അവർ പറഞ്ഞേക്കുന്നത് എന്താണ്? നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് എഫ് ഓഫ് എക്സ് ഇസ് എ പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് പീരീഡ് 2π ഡിഫൈൻഡ് ഇൻ മൈനസ് പൈ കോമ പൈ റൈറ്റ് ഡൗൺ ഓയിലേഴ്സ് ഫോർമുല. അതായത് ഈ എ നോട്ടിന്റെയും എ എന്നിന്റെയും ബി എന്നിന്റെ ഒക്കെ ഫോർമുലേനെ നമ്മൾ പറയുന്ന പേരാണ് ഓയിലേഴ്സ് ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ ഓയിലേഴ്സ് ഫോർമുല നിങ്ങൾ എഴുതാൻ പറഞ്ഞാലും നിങ്ങൾ എന്താണ് എഴുതേണ്ടത്? എ നോട്ടും എ എന്നും ബി എന്നും ആണ് കണ്ടുപിടിക്കേണ്ടതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ അവർ ഡയറക്റ്റ് ആയിട്ട് പീരീഡ് തന്നിട്ടുണ്ട്, 2π തന്നിട്ടുണ്ട്. ഇപ്പൊ പീരീഡ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാ പീരീഡ് കാണുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ട് പീരീഡ് എന്താണ്? ഫൊറിയർ സീരീസിന്റെ പീരീഡ് 2L എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ 2L ഈസ് ഈക്വൽ ടു ഇവിടുത്തെ ഇന്റർവെൽ എന്താണ്? മൈനസ് പൈ ആണ്. അപ്പൊ ഈ ഒരു ഇന്റർവെലിന്റെ ലെങ്ത് എങ്ങനെ കാണുന്നത്? പൈ മൈനസ് പൈ അല്ലേ? അപ്പൊ എന്ത് കിട്ടുന്നു? പൈ പ്ലസ് പൈ 2π എന്ന് കിട്ടുന്നു. അപ്പൊ 2L ഈസ് ഈക്വൽ ടു 2π. ഓക്കെ, അപ്പൊ നമുക്ക് പീരീഡ് എന്ത് കിട്ടി? 2π എന്ന് കിട്ടിയോ? പീരീഡ് 2π കിട്ടിയോ? ക്വസ്റ്റിനകത്ത് അവർ തന്നിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ ഇവിടെ 2π തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പീരീഡ് കാണുന്നത് ഇങ്ങനെയാണ്. ക്ലിയർ ആണോ? ഫൊറിയർ സീരീസിന്റെ പീരീഡ് 2L ഈക്വൽ ടു ഇട്ടിട്ട് ക്വസ്റ്റിനകത്ത് തന്നേക്കുന്ന ഇന്റർവെല് എ കോമ ബി ആണെങ്കിൽ ബി മൈനസ് എ ഫോമിൽ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ഇന്റർവെലിന്റെ ലെങ്ത് എന്ത് കിട്ടി? 2π എന്ന് കിട്ടി. ഇനി ഇവിടെ എല്ലിന്റെ വാല്യൂ എന്ത് കിട്ടുന്നു? എൽ ഈസിക്കൽ എന്ത് കിട്ടുന്നു? പൈ എന്ന് കിട്ടുന്നു. ക്ലിയർ? ഇത്രയും ഓക്കെ ആണോ? ഇത്രയും. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഇനി നമ്മൾ ഓരോന്നിന്റെയും ഫോർമുല എഴുതുവാണ്. എ നോട്ട് എ എൻ ബി എൻ.
അപ്പോൾ ഞാൻ ജസ്റ്റ് സൈഡിലായിട്ട് ഞാൻ ജനറലായിട്ട് ഞാൻ ആദ്യം നിങ്ങൾക്ക് എഴുതി തന്നിട്ടുള്ള ഫോർമുല ഞാൻ ഇവിടെ ഒന്ന് എഴുതുന്നു. എ നോട്ട് ഈസ് ഈക്വൽ ഞാൻ എഴുതി തന്നിട്ടുണ്ടായിരുന്നത് 1 എന്തായിരുന്നു? ആരെങ്കിലും പറഞ്ഞേ? 1/L ഇന്റഗ്രൽ C2 C+2L f(x) dx എന്നാ പറഞ്ഞു തന്നെ അല്ലേ? അപ്പൊ ഇവിടെ നമ്മുടെ ഈ ഒരു ഇന്റർവെൽ എന്താണ്? എ നോട്ട് ഈസ് ഈക്വൽ ടു എല്ലിന്റെ വാല്യൂ എന്താണ്? പൈ ആണ്. അപ്പൊ 1/π ഇന്റഗ്രൽ ഇന്റർവെൽ എന്താണ് ഇവിടെ? -π to π അല്ല. അപ്പൊ -π f(x) dx. നമ്മുടെ ഇവിടെ ഫംഗ്ഷൻ ഒന്നും തന്നിട്ടില്ല. അപ്പൊ f(x) dx എന്ന് എഴുതിയാൽ മതി. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണ് an-ന്റെ ഫോർമുല എന്ത് വരുന്നു? 1/L. അപ്പൊ 1/π ഇന്റഗ്രൽ -π to π f(x) ഇൻറ്റു cos nπ(x/L) എന്നല്ലായിരുന്നോ? cos nπ(x/L) എല്ലിന്റെ അവിടെ പൈ കൊടുക്കുന്നു ഇൻറ്റു dx. ഈ പൈയും പൈയും വെട്ടിപ്പോയി. അപ്പൊ എന്ത് കിട്ടുന്നു? 1/π ഇന്റഗ്രൽ -π to π f(x) cos nx dx. ക്ലിയർ ആണോ? an ഓക്കെ അല്ലേ? അങ്ങനെയാണ് bn എന്ന് പറഞ്ഞേ. bn എന്ത് കിട്ടുന്നു? 1/π ഇന്റഗ്രൽ -π to π f(x) ഇൻറ്റു sin nx dx. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ. ഇനി അപ്പൊ നമ്മുടെ ഫൊറിയർ സീരീസിനകത്തോട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കൊടുത്തു നോക്കാം. അപ്പൊ f(x) a0/2 പ്ലസ് സമ്മേഷൻ n = 1 to infinity എന്തായിരുന്നു? an cos nπ(x/L) എന്നല്ലായിരുന്നോ? എല്ലിന്റെ അവിടെ പൈ കൊടുക്കുമ്പോൾ cos nx എന്നായി മാറി. അതായത് ആ ഒരു 2π പീരീഡിലുള്ള ഫൊറിയർ സീരീസിന്റെ ഇക്വേഷൻ കൂടെ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചേക്കണം. സമ്മേഷൻ n = 1 to infinity bn sin nx. എൽ ഉള്ളിടത്ത് പൈ കൊടുത്തു. അപ്പോൾ cos nπ(x/L) എന്നായിരുന്നു. അപ്പോൾ പൈയും പൈയും വെട്ടിപ്പോയിട്ട് ഇവിടെ cos nx എന്നാവും. sin nπ(x/L) എന്നായിരുന്നു നമ്മുടെ ജനറൽ ആയിട്ടുള്ള ഫോമില്. എല്ലിന്റെ അവിടെ പൈ കൊടുക്കുമ്പോൾ സൈൻ്റെ കൂടെയുള്ള പയ്യും പോവും, ഡിനോമിനേറ്റർ ഉള്ള ഒരു പയ്യും പോയിട്ട് sin nx എന്നായി. ഇത്രയും ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതാണ്. ചെയ്ത് തുടങ്ങിക്കോ. ചെയ്തിട്ട് പറയാം. ഓക്കെ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് f(x) is a periodic function of period 2L defined in -L to L, write down Euler's formula a0 an bn for f(x). അപ്പോൾ ഇവിടെ പീരീഡ് എന്താണ്? പീരീഡ് 2L is equal to 2L തന്നെയാണ്. ഓക്കെ. നമ്മൾ ജനറലി നമ്മൾ 2L എന്നാണ് പഠിച്ചിട്ടുള്ളത്. ആ സെയിം സാധനം തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. അതായത് -L to L ആണ്. L -L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? L+L എന്ന് കിട്ടുന്നു, 2L എന്ന് കിട്ടുന്നു. ഓക്കെ. അപ്പൊ L is equal to L എന്നാണ്. അതായത് നമ്മൾ ജനറലായിട്ട് എഴുതിയിട്ടുള്ള ഫോർമുലയിൽ L ഉള്ളിടത്തെല്ലാം നമ്മൾ ആ L തന്നെ ഇട്ടേക്കുന്നു. ഇന്റഗ്രലിന്റെ ലിമിറ്റുകൾ മാത്രം നമ്മൾ മാറ്റുന്നു. നമ്മൾ ജനറലി പഠിച്ചേക്കുന്ന C,C+2L ആയിരുന്നു. അപ്പൊ ഇവിടെ ഇന്റർവെൽ എന്താണ്? -L to L ആണ്. അപ്പൊ അത് മാത്രം ചേഞ്ച് ചെയ്താൽ മതി. അപ്പൊ എന്തായിരുന്നു? f(x) is equal to a0/2a പ്ലസ് സമ്മേഷൻ n = 1 to infinity an cos nπ(x/L) പ്ലസ് സമ്മേഷൻ n = 1 to infinity bn sin nπ(x/L). ഇനി a0ന്റെ ഫോർമുല എന്ത് വരുന്നു? 1/L ഇന്റഗ്രൽ -L to L f(x) dx. an-ന്റെ ഫോർമുല എന്ത് വരുന്നു? 1/L ഇന്റഗ്രൽ -L to L f(x) ഇൻറ്റു cos nπ(x/L) dx. bn-ന്റെ ഫോർമുല എന്ത് വരുന്നു? 1/L ഇന്റഗ്രൽ -L to L f(x) ഇൻറ്റു sin nπ(x/L) dx. നിങ്ങൾക്ക് എക്സാമിന് ചിലപ്പോൾ ചോദിക്കുന്നത് സ്മോൾ എൽ -L to L ഇങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ ഈ ക്യാപിറ്റൽ എൽ ഉള്ളിടത്തെല്ലാം സ്മോൾ എൽ കൊടുത്താൽ മാത്രം മതി. ഓക്കെ, ക്ലിയർ? ഇങ്ങനെ വേണമെങ്കിലും എക്സാമിന് ചോദിക്കാം. നമ്മളിപ്പോൾ ക്യാപിറ്റൽ എൽ കൊടുത്തിട്ടുള്ളതാണ് നമുക്ക് ക്വസ്റ്റ്യൻ വന്നിരുന്നത്. ഓക്കെ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മളിവിടെ ഫൊറിയർ സീരീസിന്റെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇന്റഗ്രേഷന്റെ ടൈം വരുന്നുണ്ട്, ഇന്റഗ്രേഷൻ പാർട്ട് വരുന്നുണ്ട്. അതെല്ലാം നമ്മൾ ബെർണോളിസ് മെത്തേഡിലൂടെയാണ് ചെയ്തെടുക്കുന്നത്. ബെർണോളിസ് മെത്തേഡ് എന്താണെന്ന് ജസ്റ്റ് ഞാൻ പറഞ്ഞു തരാം. അതിനായിട്ട് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചെയ്ത് കാണിക്കാം. ജസ്റ്റ് ചുമ്മാ ചെയ്യുന്നതാണ്. അത് വെച്ചിട്ട് നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തു പോകണം. ഫൊറിയർ സീരീസിനകത്തുള്ള ഇന്റഗ്രേഷന്റെ പാർട്ട് ഞാൻ ഒരെണ്ണം ചെയ്ത് കാണിക്കാം. ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ. അതായത് ഇപ്പം നിങ്ങൾക്ക് ഇന്റഗ്രൽ x² cos nx dx എന്നാണ് കിട്ടുന്നതെന്ന് വിചാരിക്കാം. ഇന്റഗ്രേഷൻ ചെയ്യാൻ പോവാണേ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ബെർണോളിസ് മെത്തേഡ് വെച്ചിട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ
ഈ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എൻ്റെ ഫസ്റ്റ് ടൈം ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നു. ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ്, ഇതെൻ്റെ സെക്കൻഡ് ടൈമാണ്. ഓക്കെ, അപ്പോൾ ഈക്വൽ ടു സൈൻ ഇട്ട് കഴിഞ്ഞാൽ ആദ്യത്തെ ടേം അതേപോലെ തന്നെ നമ്മൾ എഴുതുന്നു, എക്സ് സ്ക്വയർ അതേപോലെ തന്നെ എഴുതുന്നു. സെക്കൻഡ് ടേം എന്താണ്? കോസ് എൻ എക്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഇൻ്റഗ്രൽ ചെയ്യുന്നു. കോസ് എൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? ഇൻ്റഗ്രൽ കോസ് എൻ എക്സ് ഡി എക്സ് എന്താണ്? പറയൂ. കോസ് എൻ എക്സ് ഡി എക്സ് സൈൻ എൻ എക്സ് ബൈ എൻ ആണ്. ഓക്കെ, അറിയാത്തവരുണ്ടോ? ഇൻ്റഗ്രൽ കോസ് എൻ എക്സ് ഡി എക്സ് അറിയാത്തവരുണ്ടെങ്കിൽ എഴുതി വെക്കുക. സൈൻ എൻ എക്സ് ബൈ എൻ ആണ്. ഇൻ്റഗ്രൽ സൈൻ എൻ എക്സ് ഡി എക്സ് എന്താണ്? മൈനസ് കോസ് എൻ എക്സ് ബൈ എൻ ആണ്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അപ്പോൾ ഞാൻ എഴുതിക്കോട്ടെ. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രേഷനകത്ത് ഒരു ടൈം ഇൻ്റഗ്രേഷൻ ചെയ്യുന്നത് ബെർണോളിസ് വെച്ചിട്ട് ചെയ്യുമ്പോൾ ഇൻ്റഗ്രലിൻ്റെ കൂടെ ഇൻ്റഗ്രലിനകത്ത് കിടക്കുന്ന ഫസ്റ്റ് ടൈം എക്സ് സ്ക്വയറും സെക്കൻഡ് ടൈം കോസ് എൻ എക്സും ആണ്. ഫസ്റ്റ് ടൈം നമ്മൾ സമത്തിനപ്പുറത്ത് റൈറ്റ് സൈഡിൽ അതേപോലെ എഴുതുന്നു, മാറ്റമൊന്നുമില്ല. സെക്കൻഡ് ടൈമിൻ്റെ ഇൻ്റഗ്രൽ എടുത്തിട്ട് വേണം എഴുതാൻ. അപ്പോൾ കോസ് എൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ സൈൻ എൻ എക്സ് ബൈ എൻ ആണ്. ഇനി നമ്മൾ റൈറ്റ് സൈഡിലേക്ക് മാത്രമാണ് നോക്കുന്നത്, ലെഫ്റ്റ് സൈഡിലെ സംഭവങ്ങളൊന്നും നോക്കുന്നില്ല. ഇനി ഇതിനകത്തുള്ള ഫസ്റ്റ് ടൈം ഇതാണ്, ഫസ്റ്റ് ടൈം ഇതാണ്, ഇതാണ് സെക്കൻഡ് ടൈം. ഓൾട്ടർനേറ്റ് ആയിട്ട് സൈൻ ചേഞ്ച് ചെയ്യുന്നു. അതായത് എക്സ് സ്ക്വയറിന്റെ സൈൻ എന്താണ്? പോസിറ്റീവ് ആയിരുന്നു, അപ്പോൾ നെഗറ്റീവ് സൈൻ ഇടുന്നു. അടുത്ത നെഗറ്റീവ് സൈൻ ഇട്ടു. ഫസ്റ്റ് ടൈമിന്റെ ഡെറിവേറ്റീവ് എടുക്കുന്നു. ഫസ്റ്റിന്റെ ഡെറിവേറ്റീവ് സെക്കൻഡിന്റെ ഇന്റഗ്രൽ, ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് സൈൻ ചേഞ്ച് ചെയ്യുന്നു, ഡെറിവേറ്റീവ് ഇന്റഗ്രലും ചെയ്ത് പോകുന്നു. അപ്പോൾ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണ്? എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 2x ഇൻറ്റു മൈനസ് സൈൻ എൻ എക്സ് ബൈ എന്നിന്റെ ഇന്റഗ്രൽ എന്താണ്? സൈൻ എൻ എക്സിന്റെ ഇന്റഗ്രൽ എന്താ? മൈനസ് കോസ് എൻ എക്സ് ബൈ എൻ ആണ്. ഓൾറെഡി ഒരു എൻ ഉണ്ട്, അപ്പോൾ ഒരു എന്നും കൂടെ വരുമ്പോൾ എൻ സ്ക്വയർ ആയി മാറി. ക്ലിയർ? ഓക്കെ, ഇനി നമ്മൾ ഓൾട്ടർനേറ്റ് ആയിട്ട് സൈൻ ചേഞ്ച് ചെയ്യുക എന്ന് പറയുമ്പോൾ 2x ഇൻറ്റു മൈനസ് കോസ് എൻ എക്സ് ബൈ എൻ സ്ക്വയർ ആയി ഇപ്പോൾ കിടക്കുന്നത്. ഇനി നമ്മുടെ ഫസ്റ്റ് ടൈം ഏതാണ്? ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടൈം, ഇതാണ് നമ്മുടെ സെക്കൻഡ് ടൈം. ക്ലിയർ? ഫസ്റ്റ് ടൈമിന്റെ ഡെറിവേറ്റീവ് എടുക്കുന്നു, സെക്കൻഡ് ടൈമിന്റെ ഇന്റഗ്രൽ എടുക്കുന്നു. ഫസ്റ്റ് ടൈമിന് തൊട്ട് ഫ്രണ്ടിലുള്ള സൈൻ ഏതാണ്? നെഗറ്റീവ് സൈൻ ആണ്, അപ്പോൾ നമ്മൾ അടുത്തായിട്ട് പോസിറ്റീവ് സൈൻ ഇട്ടു. ക്ലിയർ? ഫസ്റ്റ് ടൈമിന്റെ ഡെറിവേറ്റീവ് എടുത്ത് 2xന്റെ ഡെറിവേറ്റീവ് ആണ് എടുക്കുക, അല്ലാതെ മൈനസ് 2xന്റെ അല്ല. 2xന്റെ ഡെറിവേറ്റീവ് എന്താണ്? 2xന്റെ ഡെറിവേറ്റീവ് 2 ഇൻറ്റു മൈനസ് കോസ് എൻ എക്സ് ബൈ എൻ സ്ക്വയറിന്റെ ഇന്റഗ്രൽ ആണ് വേണ്ടത്. മൈനസ് കോസ് എൻ എക്സിന്റെ ഇന്റഗ്രൽ എന്താണ്? സൈൻ എൻ എക്സ് ബൈ എൻ ആണ്. ഓൾറെഡി എൻ സ്ക്വയർ കിടക്കുന്നുണ്ട്. കോസ് എൻ എക്സിന്റെ ഇന്റഗ്രൽ എടുക്കുമ്പോൾ എന്നും കൂടെ വരുമ്പോൾ എന്ത് കിട്ടുന്നു? സൈൻ എൻ എക്സ് ബൈ എൻ ക്യൂബ് എന്ന് കിട്ടുന്നു. ഓക്കെ, ക്ലിയർ? ഇനി നമ്മുടെ ഫസ്റ്റ് ടൈം ഏതാണ്? ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടൈം, ഇതാണ് നമ്മുടെ സെക്കൻഡ് ടൈം. ക്ലിയർ? ഫസ്റ്റ് ടൈമിന് തൊട്ട് ഫ്രണ്ടിലെ സൈൻ ഏതാണ്? പോസിറ്റീവ് സൈൻ ആണ്. അടുത്ത അപ്പോൾ ഏത് സൈൻ ഇടണം? നെഗറ്റീവ് സൈൻ കൊടുത്തു. ഇനി ഫസ്റ്റ് ടൈമിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 2ന്റെ ഡെറിവേറ്റീവ് എന്താണ്? 0. ഓക്കെ, അപ്പോൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 0 വരുന്നത് വരെ വെച്ചിട്ട് നമ്മൾ നിർത്താം. അപ്പോൾ ഇത്രയും നമ്മൾ എഴുതിയാൽ മതി. ഇത്രയേ ഉള്ളൂ നമ്മുടെ ആൻസർ. 0 വരുന്നതിന് മുന്നേ വരെ ഉള്ളതാണ് നമ്മുടെ ഇന്റഗ്രലിന്റെ ആൻസർ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? പറയൂ. അപ്പോൾ നമ്മൾ ഈ ഒരു മെത്തേഡിലൂടെ ആയിരിക്കും ഇനിയുള്ള പ്രോബ്ലംസ് എല്ലാം ചെയ്തു പോകുന്നത്. അപ്പോൾ ശ്രദ്ധിച്ച് വേണം പ്രോബ്ലംസ് ചെയ്യാൻ. അപ്പോൾ ഞാൻ ഇനി പ്രോബ്ലം ചെയ്തു പോവാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ എഴുതിക്കോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് the Fourier series expansion of f of x is equal to x in 0, 2 pi. 0, 2 pi. സൊല്യൂഷൻ. ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇവിടുത്തെ പീരീഡ് എന്താണെന്ന് ചെക്ക് ചെയ്യണം. പീരീഡ് 2l. ജനറലി നമ്മൾ 2l എന്നല്ല എടുക്കുന്നത്. അപ്പോൾ 2l ഈസ് ഈക്വൽ ടു ഇവിടുത്തെ ഇന്റർവൽ എന്താണ്? 0, 2 pi. അപ്പോൾ ഈ ഇന്റർവെലിന്റെ ലെങ്ത് എന്ത് വരുന്നു? 2 pi മൈനസ് 0. അപ്പോൾ 2l ഈസ് ഈക്വൽ നമുക്ക് 2 pi എന്ന് കിട്ടുന്നു, l ഈസ് ഈക്വൽ നമുക്ക് പൈ എന്ന് കിട്ടുന്നു. അപ്പോൾ എല്ലിന്റെ സ്ഥാനത്ത് നമുക്ക് പൈ കൊടുക്കാം. ഓക്കെ, ഇനി അപ്പോൾ ഫൊറിയർ സീരീസ് അപ്പോൾ എന്തായി മാറുന്നു? എഫ് ഓഫ് എക്സ്. ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഞാൻ എഴുതുവാണ്. a0/2a പ്ലസ് സമ്മേഷൻ n ഈസ് ഈക്വൽ 1 to infinity an cos n pi x by l പ്ലസ് സമ്മേഷൻ n ഈസ് ഈക്വൽ 1 to infinity bn sin n pi x by l.
ഇവിടെ എല്ലിൻ്റെ അവിടെ പൈ കൊടുക്കുമ്പോൾ എന്ത് കിട്ടുന്നു? എഫ് ഓഫ് എക്സ് എന്ത് കിട്ടുന്നു? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ നോട്ട് ബൈ 2a പ്ലസ് സമ്മേഷൻ എൻ ഇസ് ഈക്വൽ 1 ടു ഇൻഫിനിറ്റി എ എൻ കോസ് എൻ പൈ എക്സ് ബൈ പൈ വരും. പൈയും പൈയും പോയിട്ട് കോസ് എൻ എക്സ് എന്ന് വരുന്നു. പ്ലസ് സമ്മേഷൻ എൻ ഇസ് ഈക്വൽ 1 ടു ഇൻഫിനിറ്റി ബി എൻ സൈൻ എൻ എക്സ് എന്ന് കിട്ടുന്നു. ഇനി ഇതിനകത്ത് ഇതാണ് നമ്മുടെ ഫൊറിയർ സീരീസ്. ഇതിനകത്ത് എ നോട്ടിൻ്റെയും എ എന്നിൻ്റെയും ബി എന്നിൻ്റെ ഒക്കെ വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കണം. അതിനകത്ത് എ നോട്ട് കാണണം. എ നോട്ടിൻ്റെ ഇക്വേഷൻ ജനറൽ ആയിട്ടുള്ളത് 1/L ഇൻ്റഗ്രൽ C2 C+2L എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. നമ്മുടെ ഇവിടെ എന്താണ്? എൽ പൈ ആണ്. അപ്പോൾ 1/π ഇൻ്റഗ്രൽ 0 to 2π ഇൻ്റർവെൽ എന്താണ്? 0,2π അല്ലേ? അപ്പോൾ 0 to 2π എഫ് ഓഫ് എക്സ് എന്താണ്? ക്വസ്റ്റ്യൻ നോക്കി, എഫ് ഓഫ് എക്സ് എക്സ് ആണ്. അപ്പോൾ എക്സ് ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ എന്ത് കിട്ടുന്നു? 1/π ഇൻ്റഗ്രൽ എക്സ് എന്താണ്? x²/2 അല്ലേ? 0 to 2π വിച്ച് ഇസ് ഈക്വൽ 1/π. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുത്ത് അപ്പർ ലിമിറ്റ് എന്താണ്? 2π ആണ്. ലോവർ ലിമിറ്റ് 0 ആണ്. അപ്പോൾ x² ആണ്. അപ്പോൾ 2π സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 മൈനസ് 0. ലോവർ ലിമിറ്റ് 0 അല്ലേ? അപ്പോൾ എന്ത് കിട്ടുന്നു? 1/π 4π²/2. ഇവിടുത്തെ ഒരു പൈയും ഇവിടുത്തെ ഒരു പൈയും പോയി. ഇവിടുത്തെ 4ഉം 2ഉം വെട്ടിയിട്ട് 2 വന്നു. 2π എന്ന ആൻസർ കിട്ടുന്നു. കിട്ടിയോ അതിനോട്ട്? 2π. ഓക്കെ, അടുത്തത് ANലേക്ക് പോകുന്നു. AN എന്താ? ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ 1/L ഇൻ്റഗ്രൽ C2 C+2L എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് എൻ പൈ എക്സ് ബൈ എൽ ഡി എക്സ് ആണ്. എൽ ഉള്ളിടത്തെല്ലാം പൈ കൊടുക്കുമ്പോൾ AN ഈക്വൽ 1/π ഇൻ്റഗ്രൽ 0 to 2π എഫ് ഓഫ് എക്സ് എക്സ് ആണ്. കോസ് എൻ എക്സ് ഡി എക്സ് എന്നാണ് വരുന്നത്. ഇനി ഇവിടെ ബെർണോളിസ് വെച്ചിട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? 1/π ഇൻ്റഗ്രലിൻ്റെ പാർട്ട് ബ്രാക്കറ്റ് കൊടുക്കുന്നു. ഫസ്റ്റ് ടൈം നമ്മൾ അതേപോലെ എഴുതുന്നു. രണ്ടാമത്തെ ടൈമിൻ്റെ ഇൻ്റഗ്രൽ അല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ കോസ് എൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താണ് വരുന്നത്? സൈൻ എൻ എക്സ് ബൈ എൻ മൈനസ് ഇടുന്നു. ഓൾട്ടർനേറ്റ് ആയിട്ട് സൈൻ ചേഞ്ച് ചെയ്തു. ഇനി ഫസ്റ്റ് ടൈം ഏതാണ്? ഇതാണ് ഫസ്റ്റ് ടൈം, ഇതാണ് സെക്കൻഡ് ടൈം. ഫസ്റ്റ് ടൈമിൻ്റെ ഡെറിവേറ്റീവ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 1 ഇൻറ്റു സെക്കൻഡ് ടൈം എന്താണ്? സൈൻ എൻ എക്സ് ബൈ എൻ ആണ്. അപ്പോൾ അതിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? മൈനസ് കോസ് എൻ എക്സ് ബൈ എൻ സ്ക്വയർ. അടുത്തതായിട്ട് ഓൾട്ടർനേറ്റ് ആയിട്ട് സൈൻ ചേഞ്ച് ചെയ്ത് 1ൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 0 ആണ്. അപ്പോൾ അടുത്ത ടൈം നമ്മൾ എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഓക്കെ, ക്ലിയർ. ഇൻ്റർവെല്ലിലെ ലിമിറ്റ്, ഇൻ്റഗ്രലിൻ്റെ ലിമിറ്റ് എന്താണ്? 0,2π. ഇത്രയും ഓക്കെ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇനി നമ്മൾ ഈ ഇൻ്റഗ്രലിൻ്റെ ലിമിറ്റുകൾ നമ്മൾ കൊടുക്കുന്നതിന് മുമ്പ് ഈ സ്ക്വയർ ബ്രാക്കറ്റിനകത്തുള്ള സൈനൊക്കെ നമ്മളൊന്ന് അറേഞ്ച് ചെയ്തിട്ട് വേണം എപ്പോഴും നമ്മൾ ലിമിറ്റുകൾ കൊടുക്കാൻ. അപ്പോൾ എക്സ് സൈൻ എൻ എക്സ് ബൈ എൻ ഇത് പ്ലസ് ആവും ഇല്ലേ? മൈനസ് മൈനസ് പ്ലസ് കോസ് എൻ എക്സ് ബൈ എൻ സ്ക്വയർ ആയി 0, ഒന്ന് വെയിറ്റ് ചെയ്യണേ, 0,2π. ഇനി നമ്മൾ എക്സിൻ്റെ അവിടെ 2π കൊടുക്കുന്നു, അപ്പർ ലിമിറ്റ് കൊടുക്കുന്നു. അതേപോലെ തന്നെ എക്സിൻ്റെ അവിടെ 0 കൊടുക്കുന്നു. അപ്പോൾ 1/π അപ്പർ ലിമിറ്റിൻ്റെ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കി എക്സ് ഉള്ളിടത്ത് 2π കൊടുക്കും. അപ്പോൾ 2π ഇൻറ്റു സൈൻ എന്ത് കിട്ടുന്നു? 2nπ എന്ന് കിട്ടുന്നു ഡിവൈഡഡ് ബൈ n പ്ലസ് കോസ് 2nπ ഡിവൈഡഡ് ബൈ n സ്ക്വയർ. കഴിഞ്ഞു. ലോവർ ലിമിറ്റ് വരുമ്പോൾ എന്ത് കിട്ടും? ഫസ്റ്റ് ടൈം എന്താണ്? എക്സ് ഇൻറ്റു സൈൻ എൻ എക്സ് ബൈ എൻ അല്ല. അപ്പോൾ എക്സിൻ്റെ അവിടെ 0 കൊടുക്കാമെന്ന് പറയുമ്പോൾ എന്താ? ഫസ്റ്റ് ടൈം 0 ആയിപ്പോയി. 0 പ്ലസ് കോസ് 0 അല്ലേ? കോസ് 0യുടെ വാല്യൂ എന്താണ്? 1 ആണ്. 1/n സ്ക്വയർ എന്ന് കിട്ടും. ഇനി സൈൻ 2nπയുടെയും കോസ് 2nπയുടെയും ഒക്കെ വാല്യൂസ് നിങ്ങൾക്ക് അറിയണം. അറിയാത്തവർ എഴുതി വെക്കുക. അറിയാത്തവർ ഞാൻ ഈ പറയുന്ന വാല്യൂസ് ഒക്കെ ഒന്ന് എഴുതി വെക്കുക. സൈൻ 2nπ 0 ആണ്. അതായത് സൈൻ nπ 0 ആണ്. സൈൻ nπ 0, സൈൻ 2nπ 0, അങ്ങനെ പോവാണ്. കോസ് nπയുടെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1/n ആണ്. ഈ വാല്യൂസ് ഒക്കെ നിങ്ങൾ കാണുന്നത് പഠിച്ചു വെക്കേണ്ടതാണ്. കോസ് nπയുടെ വാല്യൂ -1/n ആണ്. കോസ് 2nπയുടെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ആ വാല്യൂസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്യുന്നു. ഇവിടെ സൈൻ 2nπയുടെ വാല്യൂ 0 ആണെന്നും കോസ് 2nπയുടെ വാല്യൂ 1 ആണെന്നും അറിയാം. അപ്പോൾ ഞാൻ അടുത്ത സ്റ്റെപ്പ് എഴുതുമ്പോൾ സൈൻ്റെ ടൈം എഴുതേണ്ട ആവശ്യമില്ല, അത് 0 ആയി പോകത്തില്ലേ? അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ 1/π ഇതെന്ത് കിട്ടുന്നു? കോസ് 2nπയുടെ വാല്യൂ 1 ആണ്. അപ്പോൾ 1/n സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുമ്പോൾ -1/n സ്ക്വയർ. 1/n സ്ക്വയർ -1/n സ്ക്വയർ എന്തായി മാറുന്നു? 0 ആയി മാറുന്നു. ആൻസർ അപ്പോൾ എന്ത് കിട്ടുന്നു? an 0 എന്ന് കിട്ടി. ക്ലിയർ? an 0. ഇനി അടുത്ത bn കാണുന്നു. bnൻ്റെ ഫോർമുല നമുക്കറിയാം, 1/π അല്ലേ? 1/L ആണ്. അപ്പോൾ 1/π ഇൻ്റഗ്രൽ 0 to 2π എഫ് ഓഫ് എക്സ് എക്സ് ആണ്.
സൈൻ എൻ പൈ എക്സ് പൈ എൽ ആണ്. അപ്പോൾ സൈൻ എൻ എക്സ് എന്ന് കിട്ടുന്നു ഡി എക്സ്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെയും ബെർണോളി അപ്ലൈ ചെയ്യുന്നു. 1/π ഫസ്റ്റ് ടൈം നമ്മൾ അതേപോലെ എഴുതുന്നു. സെക്കൻഡ് ടൈമിൻ്റെ ഇൻ്റഗ്രൽ എടുക്കണം. സൈൻ എൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? മൈനസ് കോസ് എൻ എക്സ് ബൈ എൻ. ഇനി നമ്മളിപ്പോൾ എഴുതിയേക്കുന്നതിൽ ഫസ്റ്റ് ടൈം എക്സ് ആണ്, സെക്കൻഡ് ടൈം മൈനസ് കോസ് എൻ എക്സ് ബൈ എൻ ആണ്. ഓൾട്ടർനേറ്റ് ആയിട്ട് സൈൻ ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ മൈനസ് ഇട്ട് കൊടുത്തു. ഫസ്റ്റ് ടൈം എക്സ് ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 1 ആണ്. 1 ഇൻറ്റു സെക്കൻഡ് ടൈം എന്താണ്? മൈനസ് കോസ് എൻ എക്സ് ബൈ എൻ ആണ്. അപ്പോൾ അതിൻ്റെ ഇൻ്റഗ്രൽ ആണ് വരുന്നത് മൈനസ് കോസിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? സൈൻ ആണ്. അപ്പോൾ സൈൻ എൻ എക്സ് ഡിവൈഡഡ് ബൈ ഓൾറെഡി ഒരു എൻ ഉണ്ട്, സൈൻ്റെ എന്നും കൂടെ വരുമ്പോൾ എൻ സ്ക്വയർ ആയി മാറുന്നു. അടുത്ത ടൈം എഴുതേണ്ട ആവശ്യമുണ്ടോ? അടുത്തത് ഓൾട്ടർനേറ്റ് ആയിട്ട് സൈൻ ചേഞ്ച് ചെയ്യുന്നു. അതായത് പ്ലസ് സൈൻ ഇട്ടിട്ട് 1ൻ്റെ ഡെറിവേറ്റീവ് ആണ്. 1ൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് എന്താണ്? 0 ആയിപ്പോൾ. അപ്പോൾ നമ്മൾ അടുത്ത് എഴുതേണ്ട ആവശ്യമില്ല. 0,2π. ഇനി നമ്മൾ എപ്പോഴും ചെയ്യുന്നത് എന്താണ്? 1/π ഇൻ്റഗ്രൽ ലിമിറ്റ് കൊടുക്കുന്നതിന് മുമ്പ് ഈ സൈൻ ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണം. അപ്പോൾ ബ്രാക്കറ്റിനകത്ത് എന്താ? ഒരു മൈനസ് ഉണ്ട്, അത് വിളിച്ച്. അപ്പോൾ മൈനസ് എക്സ് കോസ് എൻ എക്സ് ബൈ എൻ, ഈ മൈനസ് മൈനസും പ്ലസ് ആയി, പ്ലസ് സൈൻ എൻ എക്സ് ബൈ എൻ സ്ക്വയർ 0,2π. അപ്പർ ലിമിറ്റ് 2π ആണ്, ലോവർ ലിമിറ്റ് 0 ആണ്. അപ്പർ ലിമിറ്റ് 2π. അപ്പോൾ 1/π എക്സിൻ്റെ അവിടെ 2π കൊടുക്കുമ്പോൾ മൈനസ് 2π കോസ് 2nπ ബൈ എൻ പ്ലസ് സൈൻ 2nπ ബൈ എൻ സ്ക്വയർ മൈനസ് ലോവർ ലിമിറ്റ് 0. ലോവർ ലിമിറ്റ് 0 എടുക്കുമ്പോൾ ഫസ്റ്റ് ടൈം എന്താണ്? എക്സ് ഉണ്ടല്ലോ അവിടെ, അപ്പോൾ അത് 0 ആയി പോകത്തില്ലേ? 0 പ്ലസ് സൈൻ 0യുടെ ആൻസർ എന്താണ്? സൈൻ 0യുടെ വാല്യൂ എന്താണ്? 0 ആണ്. അപ്പോൾ ലോവർ ലിമിറ്റ് രണ്ട് ടൈമും 0 ആയി പോകുന്നു. ബ്രാക്കറ്റ് ഓപ്പൺ ആക്കി. കോസ് 2nπയുടെ വാല്യൂ എന്താണ്? 1 ആണ്. ഇത് 0 ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? അടുത്ത സ്റ്റെപ്പിൽ 1/π ബ്രാക്കറ്റിനകത്ത് മൈനസ് 2π ഇൻറ്റു ഇതെന്തായി മറന്നു? 1/n. അടുത്ത ടൈം ഉണ്ടോ? ഇല്ല, അത് 0 ആയി പോയില്ലേ? പയ്യും വെട്ടിപ്പോന്നു. ആൻസർ എന്ത് കിട്ടുന്നു? മൈനസ് 2/n എന്ന് കിട്ടുന്നു. ക്ലിയർ? അപ്പോൾ an കിട്ടി, bn കിട്ടി, a0 കിട്ടി. അപ്പോൾ നമ്മുടെ ഫോറിയർ സീരീസ് എഫ് ഓഫ് എക്സ് എങ്ങനെ എഴുതാം? നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്ന എഫ് ഓഫ് എക്സ് ഈക്വൽ ടു a0/2 സമ്മേഷൻ n ഈക്വൽ 1 to infinity an cos nx പ്ലസ് സമ്മേഷൻ n ഈക്വൽ 1 to infinity bn sin nx എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു മുകളിൽ. അതിനകത്തോട്ട് നമ്മൾ കൊടുക്കുമ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു a0 എന്തായിരുന്നു കിട്ടിയത്? a0 നമുക്ക് കിട്ടിയത് 2π ആയിരുന്നു കിട്ടിയത്. 2π. അപ്പോൾ a0ൻ്റെ അവിടെ 2π കൊടുക്കുമ്പോൾ 2π/2 ആണ് കിട്ടുന്നത്. പ്ലസ് an എന്താണ്? പോയി 0 ആയിപ്പോയി. അപ്പോൾ അത് എഴുതേണ്ട ആവശ്യമില്ല. സമ്മേഷൻ n ഈക്വൽ 1 to infinity bn എന്ത് കിട്ടുന്നു? മൈനസ് 2/n കിട്ടി, സൈൻ nx എന്ന് കിട്ടി. ഈ 2 വെട്ടിപ്പോയി. അപ്പോൾ ഫൈനലായിട്ടുള്ള ആൻസർ എന്ത് കിട്ടുന്നു? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു പൈ പ്ലസ് സമ്മേഷൻ n ഈക്വൽ 1 to infinity മൈനസ് 2/n സൈൻ nx എന്ന് കിട്ടും. ഇതാണ് ഫൈനൽ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദ ഫോറിയർ സീരീസ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x² ഇൻ 0,2π. ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ആദ്യം നമ്മൾ പീരീഡ് ആണ് എഴുതേണ്ടത്. പീരീഡ് 2l ഈസ് ഈക്വൽ ടു എന്ത് കിട്ടുന്നു? 2π മൈനസ് 0. അതായത് 2l ഈസ് ഈക്വൽ ടു 2π. എഴുതുന്ന എല്ലിൻ്റെ വാല്യൂ നമുക്ക് പൈ എന്ന് കിട്ടുന്നു. ഇനി നമ്മൾ എല്ല് പൈയിലുള്ള ഫോറിയർ സീരീസ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതാം. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു a0/2 പ്ലസ് സമ്മേഷൻ n ഈക്വൽ 1 to infinity an cos nπ xπ l ആണ്. എല്ലിൻ്റെ അവിടെ പൈ കൊടുക്കുമ്പോൾ cos nx എന്നാകുന്നു. bn sin nx എന്നതായി മാറി. ഇനി a0 an bn കാണണം. ഞാൻ ഡയറക്റ്റ് എഴുതി പോവാണ് ഫോർമുല. a0 ഈക്വൽ 1/l ഇൻ്റഗ്രൽ c പ്ലസ് 2l എഫ് ഓഫ് എക്സ് dx എന്നാണ് പഠിച്ചിട്ടുള്ളത്. ഇവിടെ എന്താണ്? 1/π ഇൻ്റഗ്രൽ 0 to 2π. ഇവിടെ എഫ് ഓഫ് എക്സ് എന്താണ്? x² ആണ്. x² dx വിച്ച് ഈസ് ഈക്വൽ ടു 1/π x² ഇൻ്റഗ്രൽ എന്താണ്? x³ 0,2π വിച്ച് ഈസ് ഈക്വൽ 1/π x³ അപ്പോൾ 2π ദ ഹോൾ ക്യൂബ് ബൈ 3 മൈനസ് 0 ലോവർ ലിമിറ്റ് 0. അപ്പോൾ 1/π 8π³ 3. ഈ പയ്യും ഇവിടുത്തെ ഒരു പയ്യും പോയി. ആൻസർ 8π²/3 എന്ന് കിട്ടുന്നു. a0 അപ്പോൾ 8π²/3 കിട്ടിയിട്ടുണ്ട്. ഇനി an പോകുന്നു. an എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/π ഇൻ്റഗ്രൽ 0,2π എഫ് ഓഫ് എക്സ് x² ഇൻറ്റു കോസ് nπ xπ l എന്നായിരുന്നു. അപ്പോൾ കോസ് nx ആകുന്നു. എൽ ഉള്ളിടത്തെല്ലാം പൈ കൊടുക്കുമ്പോൾ കോസ് nπ xπ പൈ വരും. പൈയും പോയിട്ട് കോസ് nx dx എന്നായി മാറി. ഇവിടെ 1/π ബെർണോളി അപ്ലൈ ചെയ്യുന്നു. x² അതേപോലെ എഴുതുന്നു.
കോസ് എൻ എക്സിന്റെ ഇന്റഗ്രൽ എന്താണ്? സൈൻ എൻ എക്സ് ബൈ എൻ ആണ്. സൈൻ എൻ എക്സ് ബൈ എൻ ആണ്. അടുത്തത് മൈനസ് സൈൻ ഇട്ടു. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 2x ആണ്. സൈൻ എൻ എക്സ് ബൈ എന്നിന്റെ ഇന്റഗ്രൽ എന്താണ്? മൈനസ് കോസ് എൻ എക്സ് ബൈ എൻ സ്ക്വയർ ആണ്. അടുത്തത് പ്ലസ് സൈൻ ഇട്ടു. 2xന്റെ ഡെറിവേറ്റീവ് എന്താണ്? 2 ആണ്. 2 ഇൻറ്റു അടുത്തത് മൈനസ് കോസ് എൻ എക്സ് ബൈ എൻ സ്ക്വയറിന്റെ ഇന്റഗ്രൽ എന്താണ്? കോസിന്റെ ഇന്റഗ്രൽ എന്താണ്? സൈൻ എൻ എക്സ് മൈനസ് മൈനസ് സോറി കോസിന്റെ എന്താണ്? സൈൻ. അപ്പോൾ മൈനസ് സൈൻ എൻ എക്സ് ബൈ എൻ, എന്നിന്റെ കൂടെ ഒരു സ്ക്വയറും കൂടെ വരുമ്പോൾ എൻ സ്ക്വയർ ഉണ്ട്, താഴെ ഉണ്ട്. അപ്പോൾ എൻ സ്ക്വയർ ഇൻറ്റു എൻ എന്താണ്? എൻ ക്യൂബ് ആകുന്നു. അടുത്ത ടൈം ഉണ്ടോ? ഇല്ല. അടുത്ത 2ന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 0 ആയിപ്പോൾ. അപ്പോൾ ഇവിടെ കൊണ്ട് നിർത്താം. ഓക്കെ, ഇനി നമ്മൾ ഈ എന്താണ് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കുന്നതിന് മുമ്പ് ഈ ഒരു സ്ക്വയർ ബ്രാക്കറ്റിനകത്തുള്ള സൈനൊക്കെ നമ്മളൊന്ന് അറേഞ്ച് ചെയ്തിട്ട് വേണം കൊടുക്കാൻ. ഞാൻ സൈൻ അറേഞ്ച് ചെയ്യുന്നു. 1/π ഫസ്റ്റ് ടൈം എന്താ? എക്സ് സ്ക്വയർ സൈൻ എൻ എക്സ് ബൈ എൻ ആണ്. അടുത്ത ഈ മൈനസും ഇവിടെ പ്ലസ് ആവുന്നു. പ്ലസ് 2x കോസ് എൻ എക്സ് ബൈ എൻ സ്ക്വയർ ആകുന്നു. അടുത്തത് മൈനസ് 2 സൈൻ എൻ എക്സ് ബൈ എൻ ക്യൂബ് എന്നാവുന്നു. 0,2π. ഇനി അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കണം. 1/π അപ്പർ ലിമിറ്റിന്റെ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുന്നു. അപ്പോൾ 2π ആണ്. എക്സ് ഉള്ളിടത്തെല്ലാം 2π ഇടും. ഫസ്റ്റ് ടൈം എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ 2πന്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4π² കിട്ടുന്നു. സൈൻ 2nπ ഡിവൈഡ് ബൈ n പ്ലസ് അടുത്ത് എന്ത് കിട്ടും? 2 ഇൻറ്റു 2π 4π കോസ് 2nπ ഡിവൈഡ് ബൈ n സ്ക്വയർ മൈനസ് 2 ഇൻറ്റു സൈൻ 2nπ ഡിവൈഡ് ബൈ n ക്യൂബ്. അപ്പർ ലിമിറ്റ് കഴിഞ്ഞു. ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഉള്ളിടത്ത് 0 കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും എന്തായി മാറുന്നു? 0 ആയി മാറുന്നു. അപ്പോൾ ഫസ്റ്റ് ടൈം എന്താണ്? എക്സ് സ്ക്വയർ. അപ്പോൾ അവിടെ 0 കൊടുക്കുമ്പോൾ 0 ഇൻറ്റു സൈൻ എൻ എക്സ് ബൈ എന്നിന്റെ അവിടെ 0 കൊടുക്കുമ്പോൾ 0 ഇൻറ്റു എന്ത് ചെയ്താലും 0 അല്ലേ? അപ്പോൾ ആദ്യത്തെ 2 ടൈം എന്തായി മാറുന്നു? 0 ആയി മാറുന്നു. 0 പ്ലസ് 0. ലാസ്റ്റ് ടൈം എന്താ? 2 ഇൻറ്റു സൈൻ 0 എന്താണ്? 0 അല്ലേ? അപ്പോൾ അതും 0 ആയി മാറും. അപ്പോൾ ലോവർ ലിമിറ്റ് ഫുള്ള് 0 ആയി മാറി. അപ്പർ ലിമിറ്റിനകത്ത് നമുക്ക് അറിയാവുന്ന വാല്യൂസ് ഒക്കെ കൊടുത്തേ. സൈൻ 2nπയുടെ വാല്യൂ എന്താണ്? 0 ആണ്. കോസ് 2nπ 1 ആണ്. സൈൻ 2nπ 0. അപ്പോൾ 0 വരുന്നത് നമ്മൾ അടുത്ത സ്റ്റെപ്പ് എഴുതേണ്ട ആവശ്യമില്ല. 1/π ഫസ്റ്റ് ടൈം 0 ആയിപ്പോൾ. സെക്കൻഡ് ടൈം എന്താ? 4π ഇൻറ്റു 1/n സ്ക്വയർ. തേർഡ് ടൈം 0 ആയിപ്പോയി. അപ്പോൾ ഈ പയ്യും വെട്ടിപ്പോയിട്ട് നമുക്ക് ആൻസർ എന്ത് കിട്ടുന്നു? 4/n സ്ക്വയർ എന്ന് കിട്ടും. an 4/n സ്ക്വയർ. അടുത്ത് നമുക്ക് bnലേക്ക് പോകാം. bn ചെയ്തു. bn ഈക്വൽ 1/π അല്ലേ? അതായത് 1/l ആണ്. അപ്പോൾ 1/π ഇന്റഗ്രൽ 0 to 2π x സ്ക്വയർ ഇൻറ്റു സൈൻ എൻ എക്സ് എന്ന് വരും അല്ലേ? സൈൻ എൻ എക്സ് ഡി എക്സ്. സൈൻ nπ xπ എല്ലാ ജനറലി വരുന്നത്. അപ്പോൾ എല്ലിൻ്റെ അവിടെ പൈ കൊടുക്കുമ്പോൾ സൈൻ എൻ എക്സ് എന്നാവും. ഇനി ഇവിടെ നമ്മൾ ബെർണോളിസ് വെച്ചിട്ട് ചെയ്യുന്നു. എക്സ് സ്ക്വയർ അതേപോലെ എഴുതുന്നു. സൈൻ എൻ എക്സിൻ്റെ ഇന്റഗ്രൽ എന്താണ്? മൈനസ് കോസ് എൻ എക്സ് ബൈ എൻ. മൈനസ് ഇട്ട് ഓൾട്ടർനേറ്റ് ആയിട്ട് സൈൻ ചേഞ്ച് ചെയ്തു. മൈനസ് സൈൻ ആണ് വരുന്നത്. ഇനി എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 2x ഇൻറ്റു മൈനസ് കോസിന്റെ ഇന്റഗ്രൽ എന്താണ്? സൈൻ എൻ എക്സ് ബൈ എൻ സ്ക്വയർ. അടുത്ത പ്ലസ് സൈൻ ഇട്ടു. 2xന്റെ ഡെറിവേറ്റീവ് 2 ഇൻറ്റു മൈനസ് സൈൻ എൻ എക്സിന്റെ ഇന്റഗ്രൽ എന്താണ്? സൈൻ എൻ എക്സിന്റെ ഇന്റഗ്രൽ മൈനസ് കോസ് അല്ലേ? അപ്പോൾ മൈനസ് കോസ് എൻ എക്സ് ബൈ എൻ. ഓൾറെഡി ഒരു എൻ സ്ക്വയർ ഉണ്ട്. ഒരെണ്ണം കൂടെ വരുമ്പോൾ എൻ ക്യൂബ് ആയി മാറി. അടുത്ത ടൈം ഉണ്ടോ? ഇല്ല. 2ന്റെ ഡെറിവേറ്റീവ് 0 ആയിപ്പോൾ. അപ്പോൾ ഇവിടെ കൊണ്ട് നിർത്താം. 0,2π. ഓക്കെ അല്ലേ? ഇനി നമ്മൾ സൈൻ ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്യുന്നു. അപ്പോൾ 1/π ബ്രാക്കറ്റിനകത്ത് ഫസ്റ്റ് ടൈം എന്താണ്? എക്സ് സ്ക്വയർ ഇൻറ്റു മൈനസ് കോസ്. മൈനസ് എടുത്ത് ആദ്യം എഴുതി. അപ്പോൾ മൈനസ് എക്സ് സ്ക്വയർ കോസ് എൻ എക്സ് ബൈ എൻ. ഇവിടെ എന്തായിരുന്നു? പ്ലസ് ആവുന്നു. പ്ലസ് 2x സൈൻ എൻ എക്സ് ബൈ എൻ സ്ക്വയർ. അടുത്ത് ഇവിടുത്തെ ഈ മൈനസ് എന്താവുന്നു? പ്ലസ് ആവുന്നു അല്ലേ? വേണ്ടി ഇത് പോസിറ്റീവ് ആവുന്നു. അപ്പോൾ പ്ലസ് 2 കോസ് എൻ എക്സ് ബൈ എൻ ക്യൂബ് 0,2π. ഇനി നമ്മൾ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുത്താൽ മതി. 1/π അപ്പർ ലിമിറ്റിന്റെ അവിടെ എക്സിന്റെ അവിടെ 2π കൊടുക്കണം. അപ്പോൾ മൈനസ് എക്സ് സ്ക്വയർ ആണ്. മൈനസ് ഇൻറ്റു എക്സ് സ്ക്വയർ എന്താണ്? 2π സ്ക്വയർ എന്താ? 4π² ഇൻറ്റു കോസ് 2nπ ബൈ n പ്ലസ് 2 ഇൻറ്റു 2π 4π സൈൻ 2nπ ബൈ n സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു കോസ്
2n pi a ഡിവൈഡഡ് ബൈ n ക്യൂബ്. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് അറിയാം എന്താണ് എക്സ് വരുന്നിടത്തല്ല 0. അപ്പോൾ 0 + 0 + 2 ഇൻറ്റു കോസ് 0. കോസ് 0യുടെ വാല്യൂ എന്താണ്? ലാസ്റ്റ് ടൈമിൽ 0 കൊടുക്കുമ്പോൾ കോസ് 0 1 അല്ലേ, 1/n ക്യൂബ് എന്ന് കിട്ടും. ഇനി നിങ്ങൾക്കറിയാം ഇത് 1 ആണ്, ഇത് 0 ആണ്, ഇത് 1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 1/pi a മൈനസ് 4π² ബൈ n എന്ന് കിട്ടിയത് ഇൻറ്റു 1/n, അതായത് n. അടുത്ത ടൈം 0 ആയിപ്പോയി. മൂന്നാമത്തെ ടൈം എന്താ? 2/n ക്യൂബ്. ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുമ്പോൾ -2/n ക്യൂബ്. ഇതും വെട്ടിപ്പോയി. ആൻസർ എന്ത് കിട്ടുന്നു? 1/pi a ഇൻറ്റു -4π² n വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടുത്തെ ഒരു പൈയും ഈ പൈയും പോയി. അപ്പോൾ -4π/n എന്ന് കിട്ടുന്നു, bn. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ആൻസറുകൾ a നോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് നമുക്ക് 8π²/3 എന്നാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. an കിട്ടിയിട്ടുണ്ടായിരുന്നത് നമുക്ക് 4/n² ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. bn കിട്ടിയിട്ടുള്ളത് -4π a ഡിവൈഡഡ് ബൈ n. ഓക്കെ, അപ്പോൾ a നോട്ട് an bn കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ f of x-നകത്തോട്ട് കൊടുത്താൽ മതി. നമ്മുടെ ഫൊറിയർ സീരീസിൻ്റെ എങ്ങനെയായിരുന്നു? f of x ഈസ് ഈക്വൽ ടു a നോട്ട് ബൈ 2 എന്നല്ലേ. അപ്പോൾ 8π²/2. അപ്പോൾ 8π²/3 ഇൻറ്റു 2 പ്ലസ് സമ്മേഷൻ n ഈസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി an ഇൻറ്റു കോസ് nx പ്ലസ് സമ്മേഷൻ n ഈസ് ഈക്വൽ 1 ടു ഇൻഫിനിറ്റി bn സൈൻ nx. ഇനി ഇത് സോൾവ് ചെയ്ത ഈ 8ഉം ഈ 2ഉം കൂടെ വെട്ടിയിട്ട് ഇവിടെ 4 വന്നു. അപ്പോൾ 4π²/3 പ്ലസ് സമ്മേഷൻ n ഈസ് ഈക്വൽ 1 ടു ഇൻഫിനിറ്റി 4/n² കോസ് nx പ്ലസ് സമ്മേഷൻ n ഈസ് ഈക്വൽ 1 ടു ഇൻഫിനിറ്റി -4π/n സൈൻ nx എന്ന് കിട്ടും. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദ ഫൊറിയർ സീരീസ് ഓഫ് f of x ഈക്വൽ ടു e raised to x in 0,2π. ഒരു ക്വസ്റ്റ്യൻ തരുമ്പോൾ നമ്മൾ പീരീഡ് ആണ് ആദ്യം കണ്ടുപിടിക്കുന്നത്. പീരീഡ് 2l ഈസ് ഈക്വൽ ടു 2π - 0. അപ്പോൾ 2l ഈസ് ഈക്വൽ ടു 2π എന്ന് കിട്ടുന്നു. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എല്ലിൻ്റെ വാല്യൂ എന്ത് കിട്ടുന്നു? l ഈസ് ഈക്വൽ ടു π എന്ന് കിട്ടുന്നു. അപ്പോൾ l ഈസ് ഈക്വൽ ടു π ആയിട്ടുള്ള ഫൊറിയർ സീരീസ് ജസ്റ്റ് ഒന്ന് എഴുതുന്നു. f of x ഈസ് ഈക്വൽ ടു a0/2 പ്ലസ് സമ്മേഷൻ n ഈസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി an കോസ് nx പ്ലസ് സമ്മേഷൻ n ഈസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി bn സൈൻ nx. ഇനി a നോട്ട് കാണാം. a നോട്ടിൻ്റെ ഫോർമുല അറിയാമല്ലോ, 1/l ഇൻ്റഗ്രൽ c ടു c + 2l f of x dx ആണ്. ഇവിടെ അപ്പോൾ 1/pi a ഇൻ്റഗ്രൽ 0 ടു 2π a f of x എന്താണ്? e raised to x dx വിച്ച് ഈസ് ഈക്വൽ ടു e raised to x-ൻ്റെ ഇൻ്റഗ്രൽ എന്താണ് വരുന്നത്? e raised to x-ൻ്റെ ഇൻ്റഗ്രൽ എന്താ? e raised to 2x-ൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? ഇൻ്റഗ്രൽ e raised to 2x dx 2 into e raised to x. എന്താ? ഇതാണ് കേട്ടോ, കേൾക്കുന്നുണ്ടോ? നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോഴാണ് കോഎഫിഷ്യന്റ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ക്ലിയർ? ഇൻ്റഗ്രേഷനകത്ത് ഡിവൈഡ് ചെയ്യുവാണ്. ഇൻ്റഗ്രൽ e raised to ax dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ e raised to ax by a ആണ്. ക്ലിയർ ആണോ? അപ്പോൾ ഇവിടെ e raised to x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? e raised to x ഇൻ്റഗ്രൽ e raised to x തന്നെ, അതായത് e raised to x ഡിവൈഡഡ് ബൈ 1. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അപ്പോൾ e raised to x ഇൻ്റഗ്രൽ e raised to x തന്നെ 0 to 2π വിച്ച് ഈസ് ഈക്വൽ 1/pi a. അപ്പർ ലിമിറ്റ് എന്താ? e raised to 2π. ലോവർ ലിമിറ്റ് എന്താ? e raised to 0. e raised to 0 എന്താണ്? e raised to 0 എന്താ? e raised to 0 1. അപ്പോൾ ആൻസർ എന്ത് കിട്ടും? 1/pi a e raised to 2π - 1 എന്ന് കിട്ടുന്നു. ക്ലിയർ? a നോട്ട് കിട്ടിയല്ലോ. ഓക്കെ, ഇനി an-ലേക്ക് പോകുന്നു. an എന്ന് പറയുമ്പോൾ എന്ത് കിട്ടുന്നു? 1/pi a ഇൻ്റഗ്രൽ 0 to 2π a e raised to x ഇൻറ്റു കോസ് nx dx എന്നാണ് കിട്ടുന്നത്. ഓക്കെ, ഇനി ഇവിടെ നമ്മളൊരു റിസൾട്ട് നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുന്നതാണ്, ഇൻ്റഗ്രേഷനകത്ത് പഠിക്കുന്ന റിസൾട്ട് ഒന്ന് എഴുതി വെച്ചു. ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മാസം കഴിഞ്ഞിട്ടുള്ള പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. e raised to x-ൻ്റെ ഈ e raised to x ഒത്തിരി തവണ, ഒരു 6ഓളം തവണ KTയിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് e raised to x.
ഇപ്പൊ നമ്മൾ ചെയ്തിട്ടുള്ള ഇപ്പൊ തൊട്ട് മുന്നേ ചെയ്തിട്ടുള്ള എഫ് ഓഫ് എക്സ് ഇസിക്കൽ എക്സ് സ്ക്വയർ ഉണ്ടല്ലോ, ആ ക്വസ്റ്റ്യൻ 0 to 2π ഇന്റർവെല്ലല്ല കെ ടി യുവിൽ ചോദിക്കുന്നത്, -π to π ഇന്റർവെല്ലാണ് കെ ടി യുവിൽ ചോദിക്കുന്നത്. നമ്മളത് പഠിക്കുന്നേ ഉള്ളൂ, അത് വരുമ്പോൾ ഞാൻ പറയാം. പക്ഷേ വേണമെന്നുണ്ടെങ്കിൽ 0 to 2π ഇന്റർവെല്ലും ചോദിക്കാം എക്സ് സ്ക്വയറിന്റെ ക്വസ്റ്റ്യൻ, എഫ് ഓഫ് എക്സ് ഇസിക്കൽ എക്സ് സ്ക്വയർ. ഇ കഴിഞ്ഞാൽ പിന്നെ വേറെ ഉണ്ട്, മോഡ് സൈൻ എൻ എക്സ് ഉണ്ട്, മോഡ് എക്സ് ഉണ്ട്, അങ്ങനെ കുറെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. π-x/2 ദ ഹോൾ സ്ക്വയർ ഉണ്ട്, സെലക്റ്റീവ് ആയിട്ടാണ്. അപ്പോൾ ഫംഗ്ഷൻസ് എന്ത് വേണേലും അവർക്ക് ചോദിക്കാം, നമ്മളത് ചെയ്തെടുക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ എന്റെ ഫോർം എന് നമ്മൾ എന്താണ് 1/π ഇന്റഗ്രൽ 0 to 2π e⁻x cos nx dx എന്നാണ് വരുന്നത്. അപ്പോൾ നമ്മൾ പണ്ട് പഠിക്കുന്നതാണ് e⁻x cos bx dxന്റെ ഒരു റിസൾട്ട് ഉണ്ട്. അതായത് e⁻x ഡിവൈഡഡ് ബൈ a² + b² a cos bx പ്ലസ് b sin bx എന്നാണ് റിസൾട്ട്. അപ്പോൾ ഈ ഒരു റിസൾട്ട് വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എന്റെ വാല്യൂ എന്താ, ഇതുമായിട്ടൊന്ന് കമ്പയർ ചെയ്തേ. എയുടെ വാല്യൂ എന്താണ്, 1 ആണ്. ബിയുടെ വാല്യൂ എന്താണ്, ബിയുടെ വാല്യൂ എന്താ നോക്കിയിട്ട് പറയൂ, n ആണ്. ക്ലിയർ? a1 bn ക്ലിയർ ആണോ, ക്ലിയർ ആണോ? അപ്പോൾ ആ ഒരു റിസൾട്ട് വെച്ചിട്ട് നമുക്ക് എന്ത് എഴുതാം, an = 1/π എന്ത് എഴുതാം, e⁻x അല്ലേ, അപ്പോൾ e⁻x ഡിവൈഡഡ് ബൈ a² + b² അല്ലേ, a² 1 അല്ലേ, 1² + n², 1 + n² a cos bx എയുടെ വാല്യൂ 1 ആണ്. അപ്പോൾ cos nx പ്ലസ് n sin nx 0 to 2π. ക്ലിയർ? ഇന്റഗ്രലിന്റെ ഉത്തരവാണ് എഴുതിയേക്കുന്നത് ഈ റിസൾട്ട് വെച്ചിട്ട്. ക്ലിയർ ആണോ, ഓക്കെ ആണോ? ഇത്രയും ഓക്കെ ആണോ? വേഗം പറയൂ, സമയം പോകുന്നു. ലിമിറ്റ് കൊടുക്കുവാണേ, ലിമിറ്റ് ഞാൻ കൊടുക്കുന്നു, ലിമിറ്റ് കൊടുക്കുന്നു. 1/π അതേപോലെ എഴുതുന്നു, വലിയൊരു ബ്രാക്കറ്റ് വരയ്ക്കുന്നു. ഇനി അപ്പർ ലിമിറ്റിന്റെ ആണ്, അപ്പർ ലിമിറ്റിന്റെ ബ്രാക്കറ്റ് ആണ് ഇതേ. അപ്പോൾ e⁻x അവിടെ 2π കൊടുക്കുക, അപ്പോൾ e⁻2π ഡിവൈഡഡ് ബൈ 1 + n² cos 2nπ പ്ലസ് n sin 2nπ. ഇത്രയും നമ്മുടെ അപ്പർ ലിമിറ്റ് ആണ്, അപ്പർ ലിമിറ്റ് ആണിത്. ഇനി ലോവർ ലിമിറ്റിന്റെ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുന്നു. e⁻0 എന്താണ്, 1 ആണ് അല്ല, e⁻0 1 1/1 + n² cos 0 എന്താണ്, cos 0 1 ആണ്, പ്ലസ് sin 0 എന്താണ്, 0 ആണ്. അപ്പോൾ ലോവർ ലിമിറ്റും കഴിഞ്ഞു. ഓക്കെ അല്ലേ, ഇത്രയും ഓക്കെ അല്ലേ? ഇനി നമുക്കറിയാം cos 2nπയുടെ വാല്യൂ 1 എന്നും sin 2nπയുടെ വാല്യൂ 0 എന്നും അറിയാം. ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുന്നു. 1/π e⁻2π ഡിവൈഡഡ് ബൈ 1 + n², ഇതെന്ത് കിട്ടുന്നു, 1 കിട്ടുന്നു. 1 + 0 മൈനസ് ഇതെന്ത് കിട്ടുന്നു, 1/1 + n² എന്ന് കിട്ടുന്നു. ഇത്രയും ഓക്കെ ആണോ, ഇത്രയും ഓക്കെ ആണോ? 1/π e⁻2π ഡിവൈഡഡ് ബൈ 1 + n² മൈനസ് 1/1 + n² എന്ന് കിട്ടുന്നു. ഡിനോമിനേറ്റർ നോക്കിയാൽ സെയിം അല്ലേ, അപ്പോൾ നമുക്ക് ഒന്നിച്ച് എഴുതാം. അപ്പോൾ 1/π e⁻2π -1 ഡിവൈഡഡ് ബൈ 1 + n² എന്ന് കിട്ടുന്നു. an കിട്ടിയോ, an. നെക്സ്റ്റ് നമ്മൾ bn ആണ്, bn = 1/π ഇന്റഗ്രൽ 0 to 2π e⁻x sin nx dx ആണ്. അപ്പോൾ ഇതിന്റെ ഒരു റിസൾട്ട് ഉണ്ട്, e⁻x sin bx dx = e⁻x by a² + b² into a sin bx മൈനസ് b cos bx എന്നാണ് വരുന്നത്. കമ്പയർ ചെയ്യുമ്പോൾ a = 1 b = n ആണ്. അപ്പോൾ കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ഈ റിസൾട്ട് അപ്ലൈ ചെയ്യുമ്പോൾ 1/π ഇന്റഗ്രലിന്റെ ഉത്തരം എന്ത് കിട്ടുന്നു, e⁻x ഡിവൈഡഡ് ബൈ 1 + n² sin nx മൈനസ് n ഇൻറ്റു cos nx 0 to 2π. ഇപ്പോൾ ചെയ്ത പോലെ തന്നെ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുത്തേ, which is equal to 1/π അപ്പർ ലിമിറ്റിന്റെ ബ്രാക്കറ്റ് e⁻2π 1 + n²
എന്ത് കിട്ടുന്നു? സൈൻ 2n പൈ മൈനസ് n കോസ് 2n പൈ. അപ്പർ ലിമിറ്റ് ക്ലോസ് ചെയ്തു. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ e⁻0 1 ആണ്. 1/1 പ്ലസ് n സ്ക്വയർ. അതെന്താ വരുന്നത്? 0 മൈനസ് n എന്ന് കിട്ടുന്നു. കോസ് 0 എന്താണ്? 1 അല്ലേ? അപ്പോൾ n ഇൻറ്റു 1 1 എന്ന് കിട്ടും. സോറി, n ഇൻറ്റു 1 n എന്ന് കിട്ടും. ഇത്രയും ഓക്കെ ആണല്ലോ. ഇനി നമുക്കറിയാം സൈൻ 2n പൈയുടെ വാല്യൂ 0 ആണ്, കോസ് 2n പൈ 1 ആണ്. ബ്രാക്കറ്റ് അടുത്ത സ്റ്റെപ്പിൽ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുന്നപ്പോൾ 1 പൈ e⁻2 പൈ ഡിവൈഡ് ബൈ 1 പ്ലസ് n സ്ക്വയർ മൈനസ് n എന്ന് കിട്ടുന്നു. മൈനസ് ഈ മൈനസ് ഇവിടെ ഒരു മൈനസ് ഉണ്ടല്ലേ, അപ്പം ഈ ഒരു അകത്തോട്ട് കയറ്റുമ്പോൾ മൈനസ് n ബൈ 1 ബൈ n സ്ക്വയർ മൈനസ് n ബൈ 1 പ്ലസ് n സ്ക്വയർ ആണ് കിട്ടുന്നത്. ഈ വെളിയിലുള്ള മൈനസ് കൂടെ അകത്തോട്ട് കയറുമ്പോഴത്തേക്ക് പോസിറ്റീവ് ആവും. അപ്പോൾ എന്ത് കിട്ടുന്നു? പ്ലസ് n ബൈ 1 പ്ലസ് n സ്ക്വയർ എന്ന് കിട്ടുന്നു. അതായത് ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 1 ബൈ പൈ മൈനസ് n ഇൻറ്റു e⁻2 പൈ പ്ലസ് n ഡിവൈഡഡ് ബൈ 1 പ്ലസ് n സ്ക്വയർ എന്ന് കിട്ടുന്നു. ഇനി ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് നമുക്ക് ആ പോസിറ്റീവ് ആയിട്ടുള്ള ടൈം ആദ്യം എഴുതുന്ന രീതി അറേഞ്ച് ചെയ്യാം. ഒരു എന്നും കൂടെ എടുത്ത് വെള്ളിലിട്ടു വേണേ. അപ്പോൾ എന്നും കൂടെ എടുത്ത് വെള്ളിലിട്ട് കഴിഞ്ഞാൽ 1 മൈനസ് e⁻2 പൈ ഡിവൈഡഡ് ബൈ 1 പ്ലസ് n സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ ആണോ? dn. ഇനിയിപ്പോൾ നമ്മൾ f(x) = a0 ബൈ 2a പ്ലസ് സമ്മേഷൻ n = 1 ടു ഇൻഫിനിറ്റി an കോസ് nx പ്ലസ് സമ്മേഷൻ n = 1 ടു ഇൻഫിനിറ്റി bn സൈൻ nx എന്നായിരുന്നു. ഇതിനകത്ത് നമ്മൾ a0ൻ്റെയും an-ൻ്റെയും bn-ൻ്റെയും ഒക്കെ വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ചത് കൊടുക്കുന്നു. അപ്പോൾ എന്താ വരുന്നത്? 1 ബൈ പൈ അല്ലായിരുന്നോ? അപ്പോൾ 1 ബൈ 2 പൈ a0 1 ബൈ 2 പൈ e⁻2 പൈ മൈനസ് 1 പ്ലസ് സമ്മേഷൻ n = 1 ടു ഇൻഫിനിറ്റി an എന്തായിരുന്നു കിട്ടിയത്? e⁻2 പൈ മൈനസ് 1 ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു 1 പ്ലസ് n സ്ക്വയർ അല്ലേ? ആണോ? ഇത് തന്നെ അല്ലായിരുന്നോ? പ്ലസ് സമ്മേഷൻ n = 1 ടു ഇൻഫിനിറ്റി bn എന്താ കിട്ടിയത്? bn തൊട്ട് മുകളിൽ എഴുതിയിട്ടുണ്ട്. 1 ബൈ പൈ n ഇൻറ്റു 1 മൈനസ് e⁻2 പൈ ഡിവൈഡഡ് ബൈ 1 പ്ലസ് n സ്ക്വയർ ഇൻറ്റു സൈൻ nx. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദ ഫോറിയർ സീരീസ് ഓഫ് f(x) = പൈ മൈനസ് എക്സ് ബൈ 2 ദ ഹോൾ സ്ക്വയർ ഇൻ 0, x ലെസ് ദാൻ 2 പൈ. അതായത് ഇൻ്റർവെൽ ഇവിടെ എന്താണ്? 0, 2 പൈ ആണ്. അതാ തന്നേക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ പീരീഡ് ആണ് കാണേണ്ടത്. പീരീഡ് 2l = 2 പൈ എന്ന് കിട്ടുന്നു. l = എന്ത് കിട്ടുന്നു? l = പൈ എന്ന് കിട്ടുന്നു. അപ്പോൾ f(x) എന്ത് കിട്ടുന്നു? f(x) = a0 ബൈ 2a പ്ലസ് സമ്മേഷൻ n = 1 ടു ഇൻഫിനിറ്റി an കോസ് nx പ്ലസ് സമ്മേഷൻ n = 1 ടു ഇൻഫിനിറ്റി bn സൈൻ nx. ക്ലിയർ? എല്ല് പൈ കൊടുക്കുമ്പോൾ ഉള്ള ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ ആണ് ഞാൻ എഴുതിയേക്കുന്നത്. നമ്മൾ കുറേ പ്രോബ്ലം ഇതേപോലെ ചെയ്തിട്ടുണ്ട്. ഡയറക്റ്റ് എഴുതി പോവാണ്. ഇനി a0ൻ്റെ ഫോർമുല അറിയാമല്ലോ. a0 = എന്താ? 1 ബൈ പൈ എന്ത് കിട്ടുന്നു? ഇൻ്റഗ്രൽ 0 ടു 2 പൈ f(x) എന്താ? പൈ മൈനസ് എക്സ് ബൈ 2 ദ ഹോൾ സ്ക്വയർ dx. ഓക്കെ, ഇത് നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്യാം. 1 ബൈ പൈ 0 ടു 2 പൈ പൈ മൈനസ് എക്സ് ബൈ 2 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ സ്ക്വയറിംഗ് ഒന്ന് സ്പ്ലിറ്റ് ആക്കി. പൈ മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 2ൻ്റെ സ്ക്വയർ എന്ന് കിട്ടുന്നു 4 കിട്ടുന്നു dx. ഇനി ഇൻ്റഗ്രേഷൻ ചെയ്തേ. ആ 4 എടുത്ത് വെള്ളിട്ട്. അപ്പോൾ 1 ബൈ 4 പൈ ഇൻ്റഗ്രൽ 0 ടു 2 പൈ പൈ മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ dx വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടുന്നു? ആൻസർ എന്ത് കിട്ടുന്നു? പറയൂ. ഇൻ്റഗ്രേഷൻ ഇപ്പോൾ പൈ മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ dx ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്
പൈ മൈനസ് എക്സ് ഹോൾ റേസ് ടു 3, അതായത് എക്സ് റേസ് ടു എൻ എന്താണ് ഇന്റഗ്രൽ എക്സ് റേസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1. അപ്പോൾ പൈ മൈനസ് എക്സ് ഹോൾ റേസ് ടു 2+1, അപ്പോൾ 2+1 3 ആവുന്നു, ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു നമ്മൾ മൈനസ് എക്സ് ആണ് എടുക്കുക. അപ്പോൾ മൈനസ് എക്സ്, എക്സിന്റെ കോഷ്യൻ എന്താണ് -1 ആണ്, അപ്പോൾ ഡിനോമിനേറ്റർ വരും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു ഫോർമുല കൂടി പഠിക്കുന്നുണ്ട്, ഓർക്കുന്നുണ്ടോ? എ എക്സ് പ്ലസ് ബി ഹോൾ റേസ് ടു എൻ, ഇന്റഗ്രൽ എ എക്സ് പ്ലസ് ബി ഹോൾ റേസ് ടു എൻ ഡി എക്സ് എന്താണ് എ എക്സ് പ്ലസ് ബി ഹോൾ റേസ് ടു എൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എൻ പ്ലസ് 1 ഇൻറ്റു എ ആയിരിക്കും. കമ്പയർ ചെയ്യുമ്പോൾ എ എന്ന് പറയുന്ന എക്സിന്റെ കോഷ്യന്റ് ആണ്, ഇവിടെ എക്സിന്റെ കോഷ്യന്റ് എന്താണ് -1 ആണ്, അതാണ് ഇവിടെ ഡിനോമിനേറ്റർ 3 ഇൻറ്റു -1 വന്നേക്കുന്നത്. അപ്പോൾ 0 to 2π ലിമിറ്റ് ഉണ്ടല്ലോ, സോൾവ് ചെയ്തേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ആ ഡിനോമിനേറ്റർ ഉള്ള -3 എടുത്ത് വെള്ളം കിട്ടി, അപ്പോൾ -1/12π എന്ന് കിട്ടുന്നു. പൈ മൈനസ് എക്സ് ഹോൾ റേസ് ടു 3 0,2π എന്ന് കിട്ടുന്നു. -1/12π അപ്പർ ലിമിറ്റ് കൊടുത്ത് എക്സിന്റെ അവിടെ കൊടുക്കണം, എക്സിന്റെ അവിടെ 2π കൊടുക്കണം. അപ്പോൾ പൈ മൈനസ് 2π ഹോൾ ക്യൂബ് മൈനസ് ലോവർ ലിമിറ്റ് പൈ മൈനസ് 0 ദ ഹോൾ ക്യൂബ് വിച്ച് ഈസ് ഈക്വൽ ടു -1/12π. ഇതെന്ത് കിട്ടുന്നു? പൈ മൈനസ് 2π എന്താ? -π ആണ്. -πന്റെ ക്യൂബ് എന്താണ്? -πന്റെ ക്യൂബ് എന്താ? -π ക്യൂബ് ആണ്. മൈനസ് ഇതെന്ത് കിട്ടുന്നു? π ക്യൂബ് വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടുന്നു? -1/12π -π ക്യൂബ് -π ക്യൂബ് എന്താണ്? -π ക്യൂബ് എന്താ? -2π ക്യൂബ് വിച്ച് ഈസ് ഈക്വൽ ഈ മൈനസ് അകത്തോട്ട് കയറ്റുമ്പോൾ എന്ത് കിട്ടുന്നു? ഇവിടുത്തെ ഈ 12ഉം ഇവിടുത്തെ 2 കൂടെ വെട്ടിയിട്ട് താഴെ ഒരു 6 എഴുതാം. ഇവിടുത്തെ പയ്യും ഇവിടുത്തെ ഒരു പയ്യും പോയിട്ട് ഇവിടെ സ്ക്വയർ വന്നു, മൈനസും പോസിറ്റീവ് ആവുന്നു. അപ്പോൾ π² ഡിവൈഡഡ് ബൈ 6 എന്ന് ആൻസർ കിട്ടും. ഓക്കെ ആണോ? അപ്പോൾ അടുത്ത an കാണാം. an എങ്ങനെയാണ് വരുന്നത്? 1/π ഇന്റഗ്രൽ 0 to 2π എഫ് ഓഫ് എക്സ് എന്താ വരുന്നത്? അപ്പോൾ പൈ മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ സ്പ്ലിറ്റ് ആക്കിയിട്ടാണ് എഴുതുന്നത്. 4 കോസ് എൻ എക്സ് ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു ഈ 4 എടുത്ത് വെളിട്ട്, അപ്പോൾ 1/4π ഇന്റഗ്രൽ 0 to 2π പൈ മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ കോസ് എൻ എക്സ് ഡി എക്സ് എന്നാണ് വരുന്നത്. ഇന്റഗ്രേഷൻ ചെയ്തോളുക, ബാക്കിയുള്ളവർ ചെയ്തോളുക, അറിയാമല്ലോ. ബെർണോളിസ് വെച്ചിട്ട് ചെയ്യുന്ന പറയാൻ പോവാണ് ഇന്റഗ്രേഷൻ. ഇപ്പോൾ ഫസ്റ്റ് ടൈം പൈ മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയറും സെക്കൻഡ് ടൈം കോസ് എൻ എക്സും ആണ്. ഫസ്റ്റ് ടൈം നമ്മൾ അതേപോലെ എഴുതുന്നു. സെക്കൻഡ് ടൈമിന്റെ ഇന്റഗ്രൽ ആണ് എടുക്കുന്നത്. കോസ് എൻ എക്സിന്റെ ഇന്റഗ്രൽ എന്താണ്? കോസ് എൻ എക്സിന്റെ ഇന്റഗ്രൽ എന്താ? സൈൻ എൻ എക്സ് ബൈ എൻ ആണ്. ഓക്കെ, ഇത്രയും ഓക്കെ ആണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ എന്താ ചെയ്യണം? ഇനി നമ്മൾ തൊട്ട് മുകളിൽ എഴുതിയ ഇന്റഗ്രലിനകത്തുള്ളതിലേക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഫസ്റ്റ് ടൈം ഏതാണ്? ഇതാണ് ഫസ്റ്റ് ടൈം, ഇതാണ് നമ്മുടെ സെക്കൻഡ് ടൈം. ഓക്കെ, ക്ലിയർ? ഇനി ഫസ്റ്റ് ടൈമിന്റെ ഡെറിവേറ്റീവ് എടുക്കണം, സെക്കൻഡ് ടൈമിന്റെ ഇന്റഗ്രലും എടുക്കണം. അങ്ങനെ ചെയ്ത് പോവാണ്. ഓൾട്ടർനേറ്റ് ആയിട്ട് നമ്മൾ സൈൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. ഓൾട്ടർനേറ്റ് ആയിട്ട് സൈൻ ചെയ്യുക എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടൈമിന്റെ സൈൻ എന്താണ്? പോസിറ്റീവ് അല്ലേ? പൈ മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ നിങ്ങൾ ഇവിടെ പ്ലസ് സൈൻ അല്ലേ വരുന്നത്? ആണോ? പോസിറ്റീവ് അല്ലേ? അപ്പോൾ അടുത്തായിട്ട് നമ്മൾ നെഗറ്റീവ് സൈൻ കൊടുക്കുന്നു. നെഗറ്റീവ് ഇട്ടതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ടൈം എന്താണ്? പൈ മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ ആണ്, അതിന്റെ ഡെറിവേറ്റീവ് ആണ് എടുക്കേണ്ടത്. ഫസ്റ്റ് ടൈമിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 2 ഇൻറ്റു പൈ മൈനസ് എക്സ് ഇൻറ്റു പൈ മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? -1. ഓക്കെ ആണോ? ഇത്രയും ഓക്കെ. ഇനി സെക്കൻഡ് ടൈമിന്റെ ഇന്റഗ്രൽ ആണ് എടുക്കേണ്ടത്. സെക്കൻഡ് ടൈം എന്താണ്? സൈൻ എൻ എക്സ് ബൈ എൻ അല്ലേ? അപ്പോൾ അതിന്റെ എന്താണ് വരുന്നത്? മൈനസ് കോസ് എൻ എക്സ് ബൈ എൻ. ഓൾറെഡി ഒരു എൻ ഉണ്ട്, ഒരെണ്ണം കൂടെ വരുമ്പോൾ n² ആയി മാറി. ഇത്രയും ഓക്കെ ആണോ? ഇനി അടുത്തതായിട്ട് നമ്മൾ സൈൻ എന്ത് കൊടുക്കണം? ഇപ്പൊ നമ്മൾ ലാസ്റ്റ് ഇട്ടേക്കുന്നത് നെഗറ്റീവ് സൈൻ അല്ല ഇട്ടേക്കുന്നത്. ഇനി അടുത്തത് പോസിറ്റീവ് സൈൻ കൊടുത്തു. ക്ലിയർ? ഇനി നമ്മുടെ ഫസ്റ്റ് ടൈം ഏതാണ്? ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടൈം. ഓക്കെ, ഇതാണ് നമ്മുടെ സെക്കൻഡ് ടൈം. ഫസ്റ്റ് ടൈമിന്റെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞേ? ഡെറിവേറ്റീവ് എടുക്കണമെന്നല്ലേ പറഞ്ഞത്? അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് എന്താ? എന്ത് വരും? ഈ മൈനസ് ഈ 2ഉം ഈ -1 കൂടെ എന്താ? -2 ആകുവേ. -2 ഇൻറ്റു ഈ പൈ മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? എന്താണ് പൈ മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ്? -1. അപ്പൊ അത് കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇനി സെക്കൻഡ് ടൈം എന്താ? മൈനസ് കോസ് എൻ എക്സ് ബൈ n² അല്ലേ? അതിന്റെ ഇന്റഗ്രൽ ആണ് വേണ്ട. അപ്പൊ മൈനസ് ഇട്ടു. കോസ് എൻ എക്സിന്റെ ഇന്റഗ്രൽ എന്താണ്? സൈൻ എൻ എക്സ് ബൈ എൻ. സൈൻ എൻ എക്സ് ബൈ എൻ ആണ്. ഇന്റഗ്രൽ കോസ് എൻ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ എൻ എക്സ് ബൈ എൻ. ഇന്റഗ്രേഷനകത്ത് നമ്മൾ എക്സിന്റെ കോഷ്യന്റ് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ
സൈൻ എൻ എക്സ് ബൈ എൻ. ഓൾറെഡി നമ്മുടെ കോസിന്റെ താഴെ എന്തുണ്ടായിരുന്നു, ഒരു എൻ സ്ക്വയർ ഉണ്ടായിരുന്നു. അപ്പോൾ കോസിന്റെ ഇന്റഗ്രൽ എടുക്കുമ്പോൾ ഒരു എന്നും കൂടെ വരുമ്പോൾ എൻ ക്യൂബായി മാറി. ക്ലിയർ ആണോ? എത്രയും ഓക്കെ ആണോ? ഇനി അടുത്തായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അടുത്തായിട്ട് ഏത് സൈൻ കൊടുക്കണം? അടുത്തായിട്ട് മൈനസ് കൊടുത്തു. മൈനസ് കൊടുത്തിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ടൈം ഏതാണ്? -2 × -1 എന്താ? +2 അല്ലേ? 2 അല്ലേ വരുന്നത്? 2ന്റെ ഡെറിവേറ്റീവ് എന്താണ്? 0. 0 അല്ലേ? അപ്പൊ നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. ഡെറിവേറ്റീവ് 0 വരുന്നത് വരെ, വരുന്ന അതിന് തൊട്ട് മുന്നേ വരെ നമുക്ക് എഴുതി നിർത്താം. ഓക്കെ, അപ്പൊ അടുത്ത സ്റ്റെപ്പ് നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണ്. ഓക്കെ, 0 to 2π കൊടുത്തു. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് അറിയാമോ? നമ്മൾ ഇതിനകത്തുള്ള ഇപ്പൊ വലിയൊരു സംഭവം കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ സൈനുകളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് വേണം നമ്മൾ ഇന്റഗ്രലിലെ ലിമിറ്റുകൾ കൊടുക്കാൻ. അപ്പോൾ 1/4π സൈൻ നോക്കി π-x² സൈൻ nx/n ആണ്. അടുത്ത ടൈമിൽ നോക്കുമ്പോൾ -2 π-x. അപ്പോൾ എന്താവുന്നു? മൈനസ് മൈനസ് പ്ലസ് ആകത്തില്ല. ഈ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. മൈനസ് മൈനസ് പ്ലസ് ആയി. 2 × π-x പ്ലസ് ആകത്തില്ല. ഇവിടെ മൈനസ് ഉണ്ട്, ഒരു കോസിന്റെ ഒരു മൈനസ് ഉണ്ട്. അപ്പോൾ പിന്നെ മൈനസ് ആവും. -2 × π-x cos nx/n². അടുത്ത എന്താ വരുന്നത്? -2 × sin nx/n³. 0,2π. 0 to 2π. ക്ലിയർ? ഇത്രയും ഒക്കെ ആണല്ലോ എല്ലാവർക്കും. ഇനി നമ്മൾ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കാൻ പോവാണ്. 1/4π അപ്പർ ലിമിറ്റ് എക്സിന്റെ അവിടെ 2π കൊടുക്കുന്നു. അപ്പൊ എക്സിന്റെ അവിടെ 2π കൊടുക്കാന്ന് പറഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് ടൈം നോക്കിയേ π-x എന്ന്. അപ്പൊ π-2π എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരുന്നത്? -π അല്ലേ? ഇവിടെ എന്താ? π-x-ന്റെ സ്ക്വയർ. അപ്പൊ -π-ന്റെ സ്ക്വയർ എന്താ വരുന്നത്? π². ക്ലിയർ? π². ഓക്കെ അല്ലേ? ഞാൻ അപ്പൊ എഴുതിക്കോട്ടെ, π² എഴുതിക്കോട്ടെ. π² എഴുതുന്നു. ഇനി എന്താ? അടുത്ത എന്താണ്? സൈൻ 2nπ/n -2 × π-2π എന്താണ് വരുന്നത്? ഇവിടെ നോക്കി, ഇവിടെ എക്സിന്റെ അവിടെ 2π കൊടുക്കുമ്പോൾ π-2π -π ആണ് വരുന്നത് അല്ലേ? -π. ഇവിടെ ഒരു -2 ഉണ്ട്. -2 × -π എന്ത് കിട്ടുന്നു? +2π × cos 2nπ/n² -2 × sin 2nπ/n³. ഓക്കെ, ലോവർ ലിമിറ്റ് കൊടുത്തേ. ലോവർ ലിമിറ്റ് എക്സിന്റെ അവിടെ 0 കൊടുക്കുക. എക്സിന്റെ അവിടെ 0 കൊടുക്കുമ്പോൾ ഫസ്റ്റ് ടൈം എന്താണ്? π-0² × sin 0. sin 0യുടെ വാല്യൂ എന്താണ്? 0 ആണ്. അപ്പൊ ഫസ്റ്റ് ടൈം 0 ആയി പോയില്ലേ? മൈനസ്. അടുത്ത എന്താ? 2 × π-x ആണ്. അപ്പൊ എക്സിന്റെ അവിടെ 0 കൊടുക്കുമ്പോൾ 2 × π-0. π-0 എന്താണ്? π ആണ്. അപ്പൊ 2π വന്നു. cos 0. cos 0/n² അല്ലേ? ഇവിടെ നമ്മൾ 0 കൊടുത്തേ. എക്സിന്റെ അവിടെ 0. cos 0. cos 0യുടെ വാല്യൂ എന്താണ്? cos 0യുടെ വാല്യൂ എന്താ? cos 0യുടെ വാല്യൂ അറിയില്ല, 1 ആണ്. അപ്പൊ 1/n² വരുന്നു. മൈനസ്. അടുത്ത എന്താ വരുന്നത്? 2 × sin 0യുടെ വാല്യൂ എന്താ? 0 ആണ്. ഓക്കെ ആണോ? ഇത്രയും ഓക്കെ ആണ്. ഇനി sin 2nπയുടെ വാല്യൂ 0യും cos 2nπയുടെ വാല്യൂ 1 ആണ്. അപ്പോൾ sin 2nπ 0. അപ്പോൾ അത് വാല്യൂസ് അറിയാത്തവർ എഴുതി വെക്കുക. പുതുതായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളവർ കേൾക്കുക. നമുക്കറിയേണ്ട വാല്യൂസ് cos nπ എന്ന് എവിടെ കണ്ടാലും -1/n കൊടുക്കുക. cos 2nπ എവിടെ കണ്ടാലും 1 കൊടുക്കുക. അതേപോലെ തന്നെ sin nπ എവിടെ കണ്ടാലും 0 കൊടുക്കുക. sin 2nπ എവിടെ കണ്ടാലും 0 കൊടുക്കുക. ഇത്രയും വാല്യൂസ് നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കേണ്ടതാണ്. അപ്പോൾ അത് പ്രകാരം നമ്മൾ ഇവിടെ വാല്യൂസ് ഒക്കെ നമുക്ക് അറിയാവുന്നതുകൊണ്ട് നമ്മൾ sin 2nπ 0 എന്നും cos 2nπ 1 എന്നും ഒക്കെ അറിയാം. അപ്പോൾ അത് കൊടുക്കുമ്പോൾ 1/4π ഫസ്റ്റ് ടൈം അപ്പോൾ എന്തായി മാറും? 0 ആയി മാറും അല്ലേ? sin 2nπയുടെ വാല്യൂ 0 അല്ലേ? അപ്പോൾ അത് പോയി. സെക്കൻഡ് ടൈം എന്താ വരുന്നത്? 2π × 1/n² അല്ലേ? തേർഡ് ടൈം 0 ആയിപ്പോയി. അത് എഴുതേണ്ട ആവശ്യമില്ല. ഇനി ഈ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കി. -2π/n² അല്ലേ? ഇത് മൈനസ് മൈനസ് എന്താകുന്നു? പോസിറ്റീവ് ആവുന്നു. +2π/n² എന്ന് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? 1/4π 2π/n² പ്ലസ് 2π/n² എന്നല്ലേ കിട്ടുന്നേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കിട്ടുന്നത്? 1/4π × 4π/n² എന്നാണ് കിട്ടുന്നത്. ക്ലിയർ?
ഈ 4πയും ഈ 4πയും വെട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എന്ത് കിട്ടുന്നു? 1/n² എന്ന് കിട്ടുന്നു. ക്ലിയർ ആണോ? അപ്പോൾ ഇനി ബി എന്നിന്റെ ജനറൽ ആയിട്ടുള്ള ഫോർമുല എന്താ? 1/l ഇൻ്റഗ്രൽ C+2l f(x) ഇൻറ്റു sin n π x/l dx എന്നാണ് പഠിച്ചിട്ടുള്ളത്. എൽ എന്ന് പറയുന്നത് ഇവിടെ പൈ ആണ്. അപ്പോൾ ബി എൻ 1/π ഇൻ്റഗ്രൽ 0 to 2π f(x) എന്താണ്? π-x² ഡിവൈഡഡ് ബൈ 4 sin nx dx എന്നായി മാറി. ഓക്കെ, എല്ലിൻ്റെ അവിടെ പൈ കൊടുക്കുമ്പോൾ sin nπ x/π ആണ്. അപ്പോൾ പൈ പോകും, sin nx എന്നായി മാറും. വിച്ച് ഈസ് ഈക്വൽ ടു 1/4π ഇൻ്റഗ്രൽ 0 to 2π π-x² sin nx dx ആണ്. ഇവിടെ നമ്മൾ ബെർണോളിസ് വെച്ചിട്ട് ചെയ്യുന്നു. അപ്പോൾ 1/4π π-x² sin nxന്റെ ഇൻ്റഗ്രൽ എന്താണ്? sin nxന്റെ ഇൻ്റഗ്രൽ എന്താണ്? മൈനസ് cos nx/n മൈനസ് π-x² ഡെറിവേറ്റീവ് എന്ത് വരുന്നു? 2 ഇൻറ്റു π-x ഇൻറ്റു -1, അപ്പോൾ -2 എന്ന് വരുന്നു. ഓക്കെ, കഴിഞ്ഞ ക്വസ്റ്റിനകത്ത് സ്പ്ലിറ്റ് ചെയ്തൊക്കെ കാണിച്ചത് കൊണ്ടാണ് ഞാൻ ഇവിടെ എഴുതി പോകുന്നത്. അടുത്ത എന്താ? മൈനസ് കോസിന്റെ ഇൻ്റഗ്രൽ എന്താണ്? sin nx/n² വരുന്നു, +2. അടുത്തത് -2 ഇൻറ്റു π-xന്റെ ഡെറിവേറ്റീവ് എന്താണ്? -2 ഇൻറ്റു -1. അടുത്തതോ ഇതൊരു ചെറിയൊരു സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്ത് ഇൻ്റഗ്രേഷൻ ചെയ്യുന്ന ഒരു സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്തേക്കെ, മനസ്സിലാകാനായി കളർ ഒന്ന് മാറ്റിയേക്കാം. ഇത് ഇൻ്റഗ്രൽ ആണ്, മറ്റേ ഡെറിവേറ്റീവ്. അപ്പോൾ എന്ത് കിട്ടുന്നു? മൈനസ് കോസ് അല്ലേ, അപ്പോൾ പ്ലസ് ആവും. cos nx/n³ 0 to 2π. ഓക്കെ, ഇനി നമ്മൾ ബ്രാക്കറ്റ് ഒക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ട് നമ്മൾ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കുന്നു. അപ്പോൾ 1/4π സൈനൊക്കെ ഒന്ന് നോക്കി, മൈനസ് π-x² cos nx/n, ഇത് മൈനസ് ആണ്, മൈനസ് പ്ലസ്, പക്ഷേ മൈനസ് തന്നെ വരത്തുള്ളൂ. -2 ഇൻറ്റു π-x sin nx/n², ഇതെന്താണ്? +2 ഇൻറ്റു cos nx/n³ 0 to 2π. ഇനി നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത പോലെ തന്നെ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുത്തേ 2π കൊടുക്കുന്നു. അപ്പോൾ 1/4π അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ കണ്ടോ π-2π, അപ്പോൾ -π സ്ക്വയർ എന്താണ്? π² ആണ്. ഓൾറെഡി ഇവരൊരു മൈനസ് ഉണ്ട് ഫ്രണ്ടിലെ, അപ്പോൾ -π² തന്നെയാണ് വരുന്നത്. -π² cos 2nπ/n മൈനസ് ഇതെന്താ വരുന്നത്? ആ ടൈം 2 ഇൻറ്റു π-2π, അപ്പോൾ -π വരുന്നു. അപ്പോൾ പ്ലസ് 2π sin 2nπ/n² പ്ലസ് 2 ഇൻറ്റു cos 2nπ/n³ ലോവർ ലിമിറ്റ് വരുമ്പോൾ എന്ത് കിട്ടുന്നു? -π-0² അപ്പോൾ -π² ഇൻറ്റു cos 0 1 ആണ്. അപ്പോൾ -π²/n എന്ന് കിട്ടുന്നു. സെക്കൻഡ് ടൈം 0 ആയി പോകത്തില്ലേ, sin 0 0 അല്ലേ. ലാസ്റ്റ് ടൈം ഉണ്ട് 2 ഇൻറ്റു cos 0/n³ അല്ലേ, അപ്പോൾ 2/n³. അപ്പോൾ ഇനി നമുക്ക് അറിയാവുന്ന വാല്യൂസ് കൊടുക്കുന്നു. cos 2nπയുടെ വാല്യൂ 1 എന്നും ഇത് 0 എന്നും ഇത് 1 എന്നും അറിയാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ 1/4π -π²/n പ്ലസ് 2/n³ ഇത് എന്ത് കിട്ടുന്നു? പ്ലസ് π²/n മൈനസ് 2/n³. എല്ലാം പോകില്ല, ഇതും പോകും, ഇതും പോകും, ഇതും പോകും, ഇതും പോകും. ആൻസർ എന്ത് കിട്ടുന്നു? 0 എന്ന് കിട്ടുന്നു. bn 0 ആയോ? bn 0. അപ്പോൾ നമുക്ക് bn 0 എന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്കറിയാവുന്ന കാര്യം, നമുക്ക് ഫോറിയർ സീരീസിനകത്തോട് കൊടുക്കാം. f(x) എന്തായിരുന്നു? f(x) = a0/2a പ്ലസ് summation n = 1 to ∞ an
കോസ് എൻ എക്സ് പ്ലസ് സമ്മേഷൻ എൻ ഈക്വൽ 1 to ഇൻഫിനിറ്റി ബി എൻ സൈൻ എൻ എക്സ്. ബി എൻ 0 ആയി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബി എന്നിൻ്റെ ടൈം ഇല്ല. അപ്പോൾ എഫ് ഓഫ് എക്സ് ഇസിക്കൽ ടു എ നോട്ട് എന്താ കിട്ടിയത്? എ നോട്ട് എന്തായിരുന്നു കിട്ടിയത്? പൈ സ്ക്വയർ ബൈ 6 അല്ലായിരുന്നു കിട്ടിയത്. അപ്പോൾ പൈ സ്ക്വയർ ബൈ 6 ഇൻറ്റു ഡിനോമിനേറ്റർ 2 ഇല്ല, അപ്പോൾ പൈ സ്ക്വയർ ബൈ 12 പ്ലസ് സമ്മേഷൻ എൻ ഈക്വൽ 1 to ഇൻഫിനിറ്റി. എ എൻ എന്താ കിട്ടിയത്? എ എന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് 1/n സ്ക്വയർ ആയിരുന്നു കിട്ടിയത്. അപ്പോൾ 1/n സ്ക്വയർ കോസ് എൻ എക്സ്. ബി എൻ 0 അല്ലേ? ഇതാണ് ഇതിൻ്റെ ആൻസർ.